എല്ലാവർക്കും നമസ്കാരം. കർഷകർക്കൊപ്പം കേന്ദ്ര സർക്കാർ എന്ന ഈ വിഷയം BJPയുടെ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം ചർച്ചയ്ക്കെടുത്തതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ചങ്ങനാശ്ശേരിക്ക് ചരിത്രപരമായിട്ടുള്ള വലിയ ഒരു ബന്ധം കാർഷിക മേഖലയുമായിട്ട് ഉണ്ട്. അതായത് കൊച്ചി തുറമുഖം വികസിക്കുന്നതിന് മുൻപ് ആലപ്പുഴ എന്ന തുറമുഖമാണ് കേരളത്തെ ലോക പ്രശസ്തമാക്കിയത്. അന്ന് കൊച്ചി തുറമുഖം ഇത്രയും ഡെവലപ്ഡ് ആയിട്ടില്ല. നമ്മുടെ കിഴക്കൻ മലയോരങ്ങളിലുണ്ടായ സ്പൈസസ്, അതുപോലെ താഴ്വരയിലുണ്ടായ മറ്റ് കാർഷിക വിഭവങ്ങൾ, ഇതെല്ലാം ആലപ്പുഴ തുറമുഖത്തേക്ക് കയറ്റി അയച്ചിരുന്നത് ഉൾനാടൻ തുറമുഖമായിരുന്ന, അക്കാലത്തെ ഉൾനാടൻ തുറമുഖമായിരുന്ന ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ ഒരു വലിയ മാർക്കറ്റ് തന്നെ ഉണ്ടായി. അന്ന് രാജഭരണകാലത്ത് ആ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത് ഒരു ആനയെ കച്ചവടം ചെയ്തുകൊണ്ടാണ് എന്ന് കേട്ടിട്ടുണ്ട്. അഞ്ചുവിളക്കിൻ്റെ ആ വലിയ പ്രാധാന്യം ആ കാലഘട്ടം മുതൽ തന്നെ വളരെയേറെ പുകഴ്പെറ്റ ഒരു ചരിത്രമാണ്. അതിനുശേഷം മത സാമുദായിക സൗഹാർദ്ദ കേന്ദ്രമായി തീർന്ന കേരളത്തിൻ്റെ സാമുദായിക മതരംഗങ്ങളിലും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഒരു കാലത്ത് കേരളത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ചങ്ങനാശ്ശേരി. ആ ചങ്ങനാശ്ശേരിയാണ് ഇന്ന് കാർഷിക മേഖലയിലെ വിഷയങ്ങളെ വളരെ ആത്മാർത്ഥമായി ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് വളരെ സന്തോഷമുണ്ട് ഈ ഒരു ചർച്ചയിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നതിൽ. ആമുഖമായി പറയട്ടെ, എനിക്ക് 10 മണിക്ക് കർഷക മോർച്ചയുടെ സംസ്ഥാന ഭാരവാഹി മീറ്റിങ്ങും ഇതുപോലെ തന്നെ ഒരു കോൺഫറൻസായിട്ട് പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് 10 മണിക്ക് നമുക്കിത് അവസാനിപ്പിക്കേണ്ടതായി വരും. ഏതായാലും ഞാനൊന്ന് മുന്നറിയിപ്പ് നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് മനോജ്, ജനറൽ സെക്രട്ടറി മഞ്ജീഷ്, ഇന്ന് ഈ പ്രോഗ്രാമിൻ്റെ, ഈ വെബിനാറിൻ്റെ ചുമതല വഹിക്കുന്ന ശരത്, IT സെല്ലിൻ്റെ കൺവീനർ, ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ആദരണീയരായ കർഷക സുഹൃത്തുക്കൾ, നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. കർഷകർക്കൊപ്പം കേന്ദ്ര സർക്കാർ എന്ന ഈ വിഷയം എടുക്കുമ്പോൾ അതിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നെനിക്ക് തോന്നി. കാരണമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക ബജറ്റുകൾ ഏതാണ്ട് ഒരു 6 വർഷം മുമ്പ് വരെ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ കഴിയും. വാർഷിക ബജറ്റിൽ കൃഷിക്ക് മാറ്റിവെക്കുന്ന തുക 24 കോടി 25 കോടി ഒക്കെ ആയിരുന്നു. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കാർഷിക മേഖലയ്ക്ക് കൊടുത്ത പ്രാധാന്യം എത്ര വലുതാണ് എന്നറിയണമെങ്കിൽ അതിനുശേഷമുള്ള ബജറ്റിൽ കാർഷിക മേഖലയ്ക്കുള്ള നീക്കിയിരിപ്പ് മാത്രം നോക്കിയാൽ മതി. ഏറ്റവും അവസാനം 2 കോടി 283 ലക്ഷം 283 2,83,2.83 ലക്ഷം കോടി. എത്ര വലിയ സംഖ്യ! പണ്ട് 25 കോടി 30 കോടി അത്രയൊക്കെ ഉള്ളൊരു വർഷം. ഇന്ന് 2.83 ലക്ഷം കോടി കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കാർഷിക മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഊന്നൽ വളരെ വ്യക്തമാണ്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ഇതിൻ്റെ മുഴുവൻ ഗുണഫലം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഗൗരവപൂർവമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇത് പറയുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, കൃഷി ആകപ്പാടെ മാറിയിരിക്കുന്നു. കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഈ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും കേരളത്തിൻ്റെ മണ്ണിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കേരളത്തിലെ കാർഷിക മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ചുമതലയാണ്. അപ്പോൾ അതെങ്ങനെ നിർവഹിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു കാഴ്ചപ്പാട് വേണം. അതുകൊണ്ട് കൃഷി എന്നുള്ളത് ഗൗരവമുള്ള ഒരു വിഷയമായി നമ്മൾ കണക്കാക്കുക, ഗൗരവപൂർവ്വം കൃഷിയിലേക്ക് കടന്നു വരിക. അത് ചെറിയ കാര്യമല്ല. ഞാൻ ഓർക്കുന്നു, കർണാടകത്തിൽ ഞാനൊരു എസ്റ്റേറ്റ് സന്ദർശിക്കാൻ വേണ്ടി പോയി. 1500 ഏക്കറാണ്. റബ്ബറും തേയിലയുമാണ് പ്രധാനമായ വിള. പിന്നെ കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്.
1500 ഏക്കർ. ഞാനതിൻ്റെ ഓഫീസിൽ ആദ്യമായിട്ടെത്തി. അത് കഴിഞ്ഞ് ഈ തോട്ടമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആ തോട്ടത്തിൻ്റെ മാനേജർ എനിക്കൊരു രജിസ്റ്റർ ബുക്ക് എടുത്ത് തന്നു. എന്നിട്ട് പറഞ്ഞു, സാർ എല്ലാം ഇതിലുണ്ട്, ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോവുകയാണെങ്കിൽ ഈ 1500 ഏക്കർ കണ്ടുവരുമ്പോഴേക്കും വ്യക്തമായൊരു ചിത്രം അങ്ങേക്ക് ലഭിക്കും എന്ന് പറഞ്ഞു. ഞാനത് പരിശോധിച്ച് നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. 1500 ഏക്കറും ബ്ലോക്കുകളായിട്ട് തിരിച്ചിരിക്കുന്നു. ഓരോ ബ്ലോക്കിലും എത്ര മരങ്ങളുണ്ട്, ഏതൊക്കെ മരങ്ങളാണ്, ഇനി അഥവാ അത് കാപ്പി ആണെങ്കിൽ എത്ര കാപ്പിയുണ്ട്, അത് ഏതൊക്കെ ഇനമാണ്, ഓരോ ബ്ലോക്കിൽ എത്ര പാഴ്മരങ്ങളുണ്ട്, മറ്റു മരങ്ങളുണ്ട്, തണൽ മരങ്ങളുണ്ട് എന്ന് തുടങ്ങി ചെടിയും മരവും ആയി ഓരോ ഇഞ്ച് ഭൂമിയിലും അവിടെ വളർന്നു നിൽക്കുന്ന ഓരോന്നിനെക്കുറിച്ചും അതിൻ്റെ പ്രായം, ചിലതിന് അതിൻ്റെ വണ്ണം, ചിലതിന് ഉയരം അടക്കം മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു രജിസ്റ്റർ. അപ്പോൾ ഞാൻ ഓർക്കുക, ഏതാനും ഏക്കർ മാത്രം വിസ്തീർണം വരുന്ന എൻ്റെ സ്വന്തം തോട്ടത്തിൽ ഇതുപോലൊരു രജിസ്റ്റർ ഇല്ല. ഞാൻ അന്നേരം അത്ഭുതപ്പെട്ടു പോയി. നമുക്കറിയില്ല നമ്മുടെ തോട്ടത്തിൽ, നമ്മുടെ കൃഷിയിടത്തിൽ എന്തൊക്കെ വിളകൾ എത്രയൊക്കെ അളവിൽ വളർന്നു നിൽക്കുന്നു, ഏതൊക്കെ മരങ്ങളുണ്ട്, ഏതൊക്കെ ചെടികളുണ്ട്, അതിൻ്റെ എണ്ണം എത്രയാണ്, വണ്ണം എത്രയാണ്, ഉയരം എത്രയാണ്, പഴക്കം എത്രയാണ്, ഇതൊന്നും നമുക്കറിയില്ല. നമുക്ക് രജിസ്റ്റർ ഇല്ല. കാരണം നമ്മളുടെ കൃഷിയോടുള്ള സമീപനം അതാ. അപ്പോൾ കൃഷി എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കാർഷിക മേഖലയിൽ വളരെ കാര്യങ്ങൾ നേടുന്നുണ്ട്. എന്നാൽ കൃഷി കാൽക്കുലേറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവർക്ക് കൃഷിയെ ഭംഗിയായിട്ട് എടുക്കാൻ കഴിയില്ല. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിൽ ഈ അടയ്ക്കാമരം കവുങ്ങിൻ്റെ കൃഷി പഠിക്കാൻ വേണ്ടി ഞാൻ 32 വീടുകളിൽ പോയി. ഈ 32 വീടുകളിലെയും കവുങ്ങിൻ തോട്ടത്തുകളിലൂടെ നടന്ന് അത് പഠിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ കോട്ടയംകാരെ പോലെയൊന്നും അല്ല കേട്ടോ നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ എല്ലാം കണക്ക് കൂട്ടിയാണ് ചെയ്യുന്നത്, ഒരു ബിസിനസ് പോലെയാണ് ചെയ്യുന്നത്. കൃഷിയിലേക്ക് എത്ര രൂപ മുടക്കുന്നു, എത്ര രൂപ തിരിച്ച് കിട്ടണം എന്നെല്ലാം നിങ്ങൾ ഒരു കാൽക്കുലേഷനോട് കൂടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്ത് വരുന്നു, അതിൽ നിന്ന് കിട്ടുന്നത് സ്വീകരിക്കുന്നു, ഉള്ളതുകൊണ്ട് ജീവിക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. അവർ നമ്മളെക്കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ശരിക്കും നമ്മൾ അത്രയൊന്നും ആയിട്ടില്ലല്ലോ എന്ന്. ഏതായാലും ഇത് വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ കർണാടകത്തിലെ 1500 ഏക്കറിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെയുള്ള ഒരു ചെറിയ ഉദാഹരണം എനിക്ക് ഉണ്ടായി. അതായത് ഒരു 20 സെൻറ്റ് അല്ലെങ്കിൽ അതിന് താഴെ മാത്രം സ്ഥലമുള്ള, അതിനുള്ളിൽ വീടുള്ള ഒരു വീട്ടമ്മ, അവർ കൃഷി കൊണ്ടാണ് ജീവിക്കുന്നത് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, 20 സെൻറ്റും അതിനകത്ത് വീടും, അപ്പോൾ അതിനുള്ളിലെ കൃഷി കൊണ്ട് നിങ്ങളെങ്ങനെ ഒരു കുടുംബം മുഴുവൻ ജീവിക്കുന്നത്? അപ്പോൾ ആ വീട്ടമ്മ എന്നോട് പറഞ്ഞു, ജീവിക്കാതെ രക്ഷയില്ല സാർ, വേറൊരു മാർഗ്ഗമില്ല, ആകെ ഇത്രയേ ഉള്ളൂ, ജോലിയില്ല, ബിസിനസ് ഇല്ല, ഇൻഡസ്ട്രി ഇല്ല, ഒന്നുമില്ല, അപ്പോൾ കൃഷി കൊണ്ട് ജീവിക്കണം. അപ്പം ഞാനുണ്ട്, ഭർത്താവുണ്ട്, എൻ്റെ മക്കളുണ്ട്, എല്ലാവരും കൂടി ജീവിക്കണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എങ്ങനെ കൃഷി കൊണ്ട് ജീവിക്കാം. അങ്ങനെ ഞാൻ പുഷ്പകൃഷിയിലേക്ക് വന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പുഷ്പം ഏതാണ്, ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഏതാണ്, എല്ലാ സീസണിലും വിളയിക്കാൻ കഴിയുന്ന ഏതാണ്, എല്ലാ സീസണിലും കിട്ടാത്തത് ഏതാണ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. പിന്നീട് ഈ പുഷ്പകൃഷിക്ക് കിട്ടുന്ന ലോണിനെക്കുറിച്ച് പഠിച്ചു, വിത്തിനെക്കുറിച്ച് പഠിച്ചു, വളത്തിനെക്കുറിച്ച് പഠിച്ചു, മാർക്കറ്റിങ്ങിനെക്കുറിച്ച് പഠിച്ചു, സംസ്കരണത്തെക്കുറിച്ച് പഠിച്ചു, ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷന് അതിനെക്കുറിച്ച് പഠിച്ചു, ഇതെങ്ങോട്ട് ഏത് രാജ്യത്തേക്ക് കയറ്റി അയക്കണമെന്ന് പഠിച്ചു. അങ്ങനെ എല്ലാം പഠിച്ചതിന് ശേഷം കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ മേഖലകളെയും സംബന്ധിച്ച് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ അവിടുത്തെ ആനുകൂല്യങ്ങൾ, സഹായങ്ങൾ സ്വീകരിക്കാമെന്ന് പഠിച്ചു. പിന്നീട് ഈ മേഖലയിലുള്ള ശാസ്ത്രജ്ഞന്മാരെ ഞങ്ങൾ കണ്ടു, ഈ കൃഷി ചെയ്തിരുന്ന മറ്റ് കർഷകരെ കണ്ടു, ഇതിൻ്റെ ബിസിനസ്സുകാരെ കണ്ടു. അങ്ങനെ എല്ലാ മേഖലയെക്കുറിച്ചും ഞാൻ സമഗ്രമായി പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ കൃഷി ആരംഭിച്ചത്, പുഷ്പകൃഷി. വീടൊഴിച്ച് നിർത്തിയാൽ ഒരു 10-15 സെൻറ്റ് അത്രയേ ഉള്ളൂ. ഏതായാലും ഞങ്ങൾ സുഖമായി ജീവിക്കുന്നു, നല്ല വരുമാനമുണ്ട്, വളരെ ഹാപ്പിയാണ്. എനിക്ക് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും പുതിയ പുതിയ പരീക്ഷണങ്ങളും ഡെവലപ്മെൻറ്റ്സും ഈ കൃഷി രീതിയിൽ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നവർ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം 1500 ഏക്കറിൻ്റെ ഒരനുഭവം ഒരു വശത്ത്, വെറും 10-20 സെൻറ്റിൻ്റെ 10-15 സെൻറ്റിൻ്റെ അനുഭവം മറുവശത്ത്. പക്ഷേ ഇവിടെ രണ്ടിടത്തും ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്, രണ്ടും വളരെ പാഷനേറ്റായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്, ആവേശപൂർവ്വം ചെയ്യുന്നു എന്നുള്ളതാണ്. ഏത് കൃഷിയിലും ആവേശപൂർവ്വം നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും.
എൻ്റെ ഗ്രാമത്തിലെ ഒരു കർഷകനുണ്ട്. അയാൾക്ക് ഭൂമി കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ അയാൾ വലിയ കർഷകനാണ്, ഗ്രാമത്തിലെ ഒരു വലിയ കർഷകനാണ്. കാരണം ഇങ്ങനെ പാട്ടത്തിനെടുത്തിരിക്കുക. അതായത് തരിശു കിടന്ന പാടശേഖരങ്ങൾ ഇദ്ദേഹം പാട്ടത്തിനെടുത്തിട്ട് അവിടെ നെല്ല് കൃഷി ചെയ്തു, പച്ചക്കറി കൃഷി ചെയ്തു, പിന്നെ എന്തെല്ലാം ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് പഠിച്ച് അതെല്ലാം ചെയ്തു. ഒപ്പം തന്നെ പശുവിനെ വളർത്തി. അങ്ങനെ അദ്ദേഹം ഇന്ന് ഭൂമിയില്ലാത്ത എന്നാൽ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറി. അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുന്നു. ഞാൻ ഈ 2-3 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് വേണം എന്ന് തോന്നിയാൽ കാർഷിക വൃത്തിയിൽ കൂടി തന്നെ വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതിനുള്ള അന്തരീക്ഷമുണ്ട്. പക്ഷേ അതിനുള്ള മനസ്സ് വേണം എന്നുള്ളതാണ്. മനസ്സ് വേണം. കൃഷിയെ ഒരു ശാപമായിട്ട് കരുതരുത്. പലരും പറയുന്നത്, ജോലിയൊന്നും കിട്ടിയില്ല, ബിസിനസ് ഒന്നും രക്ഷപ്പെട്ടില്ല, അവസാനം എന്നാൽ പിന്നെ ഉള്ള കൃഷി ആവട്ടെ എന്ന് വെച്ചു, നഷ്ടമാണ്, എന്നാലും പിന്നെ അങ്ങ് പോവുക. അങ്ങനെയല്ല കൃഷി ചെയ്യേണ്ടത്. അങ്ങനെയല്ല കൃഷിയോടുള്ള മനോഭാവം. ഈ മനോഭാവത്തെ മാറ്റി ആ കാർഷിക മേഖലയിൽ ഞാൻ വിജയിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടി നമ്മൾ രംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാലാവസ്ഥയാണ് ഇന്നുള്ളത്. അതായത് കാർഷിക മേഖലയിൽ ഗവൺമെൻറ്, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് ധാരാളം പ്രോജക്റ്റുകളുമായി നമ്മളെ സഹായിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ധാരാളം പ്രോജക്റ്റ് എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാ പ്രോജക്റ്റുകളും ഇപ്പോൾ വിശദീകരിക്കാൻ ഈ 1 മണിക്കൂർ സമയം തീർച്ചയായിട്ടും പോരാ. അപ്പോൾ അതിൽ ഏതാനും പ്രധാനപ്പെട്ട ചില ഉദാഹരണങ്ങൾ നമ്മളൊക്കെ പതിവായിട്ട് കേൾക്കാറുള്ളതും കേൾക്കേണ്ടതും ആയിട്ടുള്ള ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് കാർഷിക മേഖലയെ സമീപിക്കേണ്ടത് എങ്ങനെയാണ് എന്നും അവിടുത്തെ ആനുകൂല്യങ്ങൾ വാങ്ങേണ്ടത് എങ്ങനെയാണ് എന്നും ഉള്ള കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കാം എന്ന് കരുതുന്നു. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായിട്ട് ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എൻ്റെ നേരെ വരുന്ന ഒരു കാര്യം ഈ കിസാൻ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ഞാനതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ക്ലാസ് എടുക്കാൻ പോയാൽ ഈ സമയം തീർന്നു പോകും. ഏതായാലും അതൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ വിശദമായിട്ട് കിട്ടുന്നുണ്ട്. ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളതൊരു കാർഡ് അല്ല, അതൊരു ലോണാണ്. അതാദ്യം തന്നെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. പലരും ചോദിക്കുക, ആ കാർഡ് എവിടെ കിട്ടും സാർ? ബാങ്കിൽ ചെന്ന് കാർഡുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയുള്ളൂ. കാരണം ഇല്ലല്ലോ. അതൊരു ലോണാണ്. അതായത് ഈ ചെറുകിട കർഷകർക്ക് അവരുടെ കൃഷി രംഗത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു വിളയെ ആധാരമാക്കി ഒരു വിള ഇറക്കി അത് കൃഷി ചെയ്ത് അതിൻ്റെ വിള കൊയ്യുന്നത് വരെയുള്ള കാലഘട്ടം കണക്കാക്കി ആ കാലഘട്ടത്തിലെ കാർഷിക സാമ്പത്തിക ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ലക്ഷ്യത്തോടു കൂടി ചെറുകിട കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ അപേക്ഷിച്ച് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ആനുകൂല്യം, അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഇതൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ഞാൻ തന്നെ ഇതിനെ സംബന്ധിച്ച് ചെയ്തിരിക്കുന്ന യൂട്യൂബ് വീഡിയോസൊക്കെ ധാരാളം അവൈലബിൾ ആണ്. അതിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് കിട്ടുന്ന തുക മുഴുവൻ നമ്മൾ പിൻവലിക്കണമെന്നില്ല. ആവശ്യമുള്ളത് എടുക്കുന്നു, ബാക്കി അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നു, ആവശ്യം വരുമ്പോൾ എടുക്കുന്നു, എടുത്ത തുക സാമ്പത്തികം തിരിച്ച് കിട്ടുന്നതനുസരിച്ച് തിരിച്ചടയ്ക്കുന്നു. അങ്ങനെ 1 വർഷത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ മുഴുവൻ ട്രാൻസാക്ഷനും പൂർത്തിയാക്കി നമ്മൾ അടുത്ത വർഷത്തേക്ക് ഈ ലോൺ പുതുക്കിയെടുക്കുന്നു. ഇവിടെ പ്രധാന പോയിന്റ് ഇതാണ്, അടുത്ത വർഷത്തേക്ക് പുതുക്കിയെടുക്കുന്നു. അങ്ങനെ അടുത്ത വർഷത്തേക്ക് പുതുക്കിയെടുക്കുമ്പോൾ വീണ്ടും നമുക്ക് കൂടുതൽ ലോൺ കിട്ടാനും അതുപോലെ തന്നെ പലിശ നിരക്ക് കുറയാനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മറ്റ് സബ്സിഡികളൊക്കെ അവൈൽ ചെയ്യാനും ഒക്കെയുള്ള അനുകൂല സാഹചര്യങ്ങളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിസാൻ ക്രെഡിറ്റ് കാർഡ് കൃത്യമായി ഉപയോഗിക്കുകയും അതിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ആവശ്യം കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ഇത് തിരിച്ചടയ്ക്കുകയും ചെയ്തുകൊണ്ട് യുക്തിപൂർവ്വം നമ്മൾ ബുദ്ധിപൂർവ്വം കൃത്യതയോടെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് എപ്പോഴും സാമ്പത്തികത്തിൻ്റെ ഒരു മുട്ട് വരില്ല, ഒരു ബുദ്ധിമുട്ട് വരില്ല. പലപ്പോഴും കർഷകർ ഉത്തരേന്ത്യയിലൊക്കെ ഈ ബ്ലേഡ് പലിശയൊക്കെ എടുത്ത് നമ്മളിവിടെ എടുക്കും. അങ്ങനെയൊക്കെ എടുത്തിട്ട് സാമ്പത്തിക കെണിയിൽ അകപ്പെട്ടു പോകാതെ, കടക്കെണിയിൽ വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വശം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. ഇനി കൂടുതൽ തുക എടുക്കണമെന്നിരിക്കട്ടെ, കിസാൻ ക്രെഡിറ്റ് കാർഡിൽ സാധാരണ നമുക്ക് ഈട് വെക്കാതെ എടുക്കാൻ പറ്റുന്നത് 1,60,000 രൂപ വരെയാണ്. ഈട് വെച്ചാൽ അത് കൂടുതൽ കിട്ടും, എത്ര വേണമെങ്കിലും കിട്ടും. അത് നമ്മുടെ കൃഷി ഏരിയയുടെ അതുപോലെ വോളിയത്തിൻ്റെ അതുപോലെ ഇൻകത്തിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അത് കിട്ടുക. സർവോപരി ഞാനൊരു കാര്യം പറയട്ടെ, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ പെർഫോമൻസ് ആണ്.
അത് ബാങ്കുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും അല്ലെങ്കിലും ഏത് ബാങ്കുമായിട്ടും ഏത് കാര്യത്തിലും നമ്മൾ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. കൃത്യമായിട്ട് പൈസ എടുക്കുകയും കൃത്യമായിട്ട് തിരിച്ചടക്കുകയും ബാങ്കിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് കണ്ടാൽ നമുക്ക് കൂടുതൽ പൈസ ഇങ്ങോട്ട് ചോദിച്ച് ബാങ്കുകാർ തരും. അപ്പോൾ അത് ആ രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ട ഒരു മേഖലയാണ്. ഇനി അടുത്തത് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്നത് കിസാൻ സമ്മാൻ നിധിയെ സംബന്ധിച്ചാണ്. ധാരാളം സംശയങ്ങളും ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെയും ഞാൻ തന്നെ ചെയ്തിരിക്കുന്ന യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. എങ്കിലും ധാരാളം സംശയങ്ങളുള്ളൊരു മേഖലയാണ് കിസാൻ സമ്മാൻ നിധി. ഈ കിസാൻ സമ്മാൻ നിധിയിൽ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു വലിയ സംശയം, ഒരു റേഷൻ കാർഡിൽ ഒന്നിലധികം പേർക്ക് കിട്ടുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കിട്ടും. ഒരു റേഷൻ കാർഡിനുള്ളിൽ ഒരച്ഛനും അമ്മയും 18 വയസ്സിന് താഴെ പ്രായമുള്ളവർ എന്നുള്ളത് ഒരു കുടുംബമായിട്ടും 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തി അതേ റേഷൻ കാർഡിലുണ്ടെങ്കിൽ, അയാൾക്ക് സ്വന്തമായി സ്ഥലമുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടും. അത് ഒന്നല്ല, എത്ര പേരുണ്ടെങ്കിലും കിട്ടും. അപ്പോൾ ആ തരത്തിൽ ഉള്ള പല സംശയങ്ങളും നമുക്ക് ദൂരീകരിക്കേണ്ടതുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ് പുതുക്കേണ്ടതുണ്ടോ? പുതുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരിക്കലെടുത്താൽ അത് എല്ലാ കാലത്തും ഉപയോഗിക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ അത് പുതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നതായിട്ട്, ഇന്നിപ്പോൾ അരൂർ നിയോജക മണ്ഡലം ആലപ്പുഴ, അവിടെ ഇന്നൊരു സമരം നടക്കുന്നതായിട്ട് കേട്ടു. അവരെന്നെ വിളിച്ചു, സാറേ കൃഷി ഓഫീസിൽ വിളിച്ചു വരുത്തിയിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് പുതുക്കണമെന്ന് പറഞ്ഞ് 100 രൂപ മേടിക്കുക, അത് 100 രൂപ മേടിച്ചിട്ട് കർഷകൻ മാസിക തരിക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല തന്ത്രങ്ങളും പലരും ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ കർഷകർ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ കിസാൻ സമ്മാൻ നിധിയാണെങ്കിലും കിസാൻ ക്രെഡിറ്റ് കാർഡാണെങ്കിലും അതൊക്കെ തന്നെ നമ്മൾ അതേക്കുറിച്ചൊരു പഠനം നടത്തുക, കർഷകരുടെ ഇടയിൽ ഒരു ചർച്ച നടത്തുക, കർഷക മോർച്ച പോലെയുള്ള ഭാരതീയ ജനതാ പാർട്ടി പോലെയുള്ള ഈ രംഗത്ത് ശ്രദ്ധിക്കുന്നവരെ ബന്ധപ്പെടുക. അങ്ങനെ നമ്മൾ ഈ രംഗത്തേക്ക് പോയാൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഫസൽ ബീമാ യോജന എന്ന് പറയുന്ന കൃഷി ഇൻഷുറൻസ് ആണ്. ഈ കാർഷിക മേഖലയിൽ ഇൻഷുറൻസ് ഉണ്ട് എന്ന് പോലും പലർക്കും അറിയില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൈരളി ചാനലിൽ കേരളത്തിലെ കൃഷിമന്ത്രിയുമായിട്ട് ഒന്നിച്ച് ഒരു ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കാറ്റുണ്ടായിട്ട് വാഴകളും വാഴത്തോട്ടങ്ങളും ഒടിഞ്ഞു വീഴുന്ന സമയമാണ്. അപ്പോൾ അത് വലിയൊരു വാർത്തയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്ത് ചെയ്യാൻ, നമുക്ക് ഒരു വാഴ നഷ്ടപ്പെടുകയാണെങ്കിൽ 5 രൂപയല്ലേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലല്ലോ, 300 രൂപ കൊടുക്കാമല്ലോ. ഒരു വാഴ, കുലച്ച വാഴ ഒടിഞ്ഞു പോയാൽ 300 രൂപ നമുക്ക് ഇൻഷുറൻസ് തുക കിട്ടുന്ന തരത്തിൽ ഫസൽ ബീമാ യോജന സൗകര്യം നമുക്കുണ്ട്. ഇത് വാഴയ്ക്ക് മാത്രമല്ല, ഏത് കാർഷിക വിളയ്ക്കുമുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടു വളർത്തുന്ന ഒരു ചീനി ഉണ്ടല്ലോ, ഒരൊറ്റ ചീനി, അത് ഇൻഷുർ ചെയ്യാം. ഒരു ചേനയോ ഇൻഷുർ ചെയ്യാം. ഒരു വെണ്ട ഇൻഷുർ ചെയ്യാം. ഇനി ആയിരക്കണക്കിന് വേണോ ഇൻഷുർ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു മുൻകൈ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ഇത് സംസ്ഥാന ഗവൺമെൻറ് നമ്മുടെ പുറകെ നടന്ന് ഇത് ഓർമ്മിപ്പിക്കുകയൊന്നുമില്ല. കാരണം സംസ്ഥാനം കേരളമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കൃഷി ഓഫീസർമാർ ഓഫീസിൽ കാണുകയില്ല, അവരെപ്പോഴും കൃഷിയിടങ്ങളിലാണ്. ഇപ്പോൾ ഗുജറാത്തിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ കൃഷി ഉദ്യോഗസ്ഥന്മാർ കൃഷി ഓഫീസുകളിൽ ചെന്നാൽ കാണാൻ പറ്റില്ല, അവരെപ്പോഴും ഫീൽഡിലാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ കൃഷി ഓഫീസർമാരൊക്കെ എപ്പോഴും ഓഫീസിലാണ്. ഓഫീസിലില്ലെങ്കിൽ പിന്നെ എവിടെ പോയെന്ന് ചോദിച്ചാൽ കോൺഫറൻസിലാണ് അല്ലെങ്കിൽ മീറ്റിങ്ങിലാണ്. അല്ലാതെ കൃഷിയിടത്തേക്ക് വരുന്നവർ വളരെ ചുരുക്കുക. ഏതായാലും ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ കർഷകർ തന്നെ ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഫസൽ ബീമാ യോജന കേരളത്തിലെ കർഷകർക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നതാണ്. കാരണം വെള്ളപ്പൊക്കം കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടം, കാറ്റ് കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടം, വേനൽക്കാലത്തുണ്ടാകുന്ന നാശനഷ്ടം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന, അതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾക്കൊക്കെ തന്നെ നഷ്ടപരിഹാരം ഒരു ഏത്ത വാഴ കൊലയ്ക്കാണെങ്കിലും ഒരു സാധാരണ നാടൻ ഏത് ഇനത്തിലുള്ള വാഴയ്ക്കാണെങ്കിലും 300 രൂപ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ചെറിയൊരു തുകയല്ല. അപ്പോൾ അത് നമുക്ക് കിട്ടും എന്നുള്ള ഒരു അറിവ് നമുക്ക് വേണമല്ലോ. അതാണ് ഈ ഫസൽ ബീമാ യോജന എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഫസൽ ബീമാ യോജന നമ്മൾ പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൃഷിയെ സ്നേഹിക്കുന്നവർ അതെല്ലാ കർഷകരിലേക്കും എത്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഇൻഷുറൻസ് എന്നൊക്കെ പറയുമ്പോൾ ഈ നമ്മുടെ വീട്ടിലേക്ക് ഓഫീസിലേക്കും വന്ന് നമ്മുടെ പുറകെ നടന്ന് ഇൻഷുറൻസ് ചേർക്കുന്ന ഒത്തിരി ഇൻഷുറൻസ് ഉണ്ട്, നമുക്കറിയാമല്ലോ. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് ചേർക്കുന്നവർക്ക് പ്രയോജനമുണ്ട്, ചേരുന്നവന് വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാൽ ഈ കൃഷി ഇൻഷുറൻസ് ചേർക്കാൻ ഒരു ഏജൻറ്റ് നമ്മുടെ പുറകെ വരികയില്ല. നമ്മളെ നിർബന്ധിച്ച് വീട്ടിലും ഓഫീസിലും വന്ന് ഈ കൃഷി ഇൻഷുറൻസ് ആരും ചേർക്കുകയില്ല. കാരണം എന്താ, അത് കർഷകനാണ് പ്രയോജനം, ചേർക്കാൻ വരുന്നവന് പ്രയോജനമൊന്നുമില്ല.
അതുകൊണ്ട് നമ്മൾ കർഷകർ തന്നെ ഇതിന് മുൻകൈ എടുത്തുകൊണ്ട്, കർഷക സംഘടനകൾ അതിന് മുൻകൈ എടുത്തുകൊണ്ട്, കർഷകരെ അതിൽ ചേർക്കുക, അവർക്ക് നഷ്ടപരിഹാരം ആ സമയങ്ങളിൽ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് കർഷക സംഘടനകളുടെയും കർഷക നേതാക്കളുടെയും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ തന്നെ, പൊതുപ്രവർത്തകരുടെയും ഒക്കെ തന്നെ ഒരു വലിയ ദൗത്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഫസൽ ബീമാ യോജന വലിയ ഒരു ആശ്വാസമാണ്, അനുഗ്രഹമാണ്. ഇനി നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം, അഞ്ചാമത്തെ കാര്യം ഈ നാം എന്ന് പറയുന്ന ഒരു മേഖലയാണ്. ഇത് കേരളത്തിൽ ഇതിൻ്റെ ഒരു പ്രവർത്തനം കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല. കാരണം ഈനാം എന്ന് പറഞ്ഞത് ഈ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് കർഷകൻ്റെ വിള നേരിട്ട് മാർക്കറ്റിലെത്തിച്ച് അവന് സ്വയം വിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഈ മാർക്കറ്റാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്ത്യ മുഴുവൻ ഇന്ന് നിലവിലുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നിന്ന് ഒരു ഏലം കർഷകൻ എന്നെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് പ്രവീൺ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഈ ഏലത്തിൻ്റെ ഓപ്ഷൻ, ലേലം എന്ന് പറയുന്നത് വലിയ ഒരു മാഫിയ സംവിധാനമാണ്. ലൈസൻസ് ഉള്ള ഏതാനും പേരുടെ കയ്യിൽ മാത്രം ഒതുങ്ങിപ്പോയിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ കർഷകരെ ബുദ്ധിമുട്ടുക, പല വിധത്തിലുള്ള ചൂഷണം നടക്കുക. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഏലം കർഷകന് ഉൽപ്പാദിപ്പിക്കുന്ന ഏലം ഇന്ത്യയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ആ ആഗ്രഹം പ്രകടിപ്പിച്ച് മൂന്നാമത്തെ ദിവസം ഈനാം എന്ന പദ്ധതി ഈ ഏലത്തിൻ്റെ ഓപ്ഷൻ, അതായത് ഏലത്തിൻ്റെ ലേലം രംഗത്ത് നടപ്പിൽ വന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലിപ്പോൾ ഏലം ഉണ്ടാക്കുന്ന ഒരു കർഷകൻ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വിൽക്കാം. അതിന് ഇതും കൊണ്ട് നടക്കുമൊന്നും വേണ്ട, എവിടെ ഇരുന്നുകൊണ്ട് വിൽക്കാം. അപ്പോൾ ഇലക്ട്രോണിക് മാർക്കറ്റിലൂടെ, ഈ മാർക്കറ്റിലൂടെ നമുക്ക് നമ്മുടെ ഉൽപ്പന്നം നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട്, നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് ഇന്ത്യയിലെ ഏത് വിപണിയിലും വിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്താം? പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവുകൾ നമ്മുടെ സംസ്ഥാനത്തെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ ഉദ്യോഗസ്ഥന്മാരോ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ വേണ്ടത്ര ഗൗരവവും ആത്മാർത്ഥതയും പുലർത്തുന്നില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ കർഷകരറിയണം, കർഷക സംഘടനകൾ അറിയണം, രാഷ്ട്രീയ നേതാക്കന്മാരറിയണം. അറിഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ തയ്യാറാകുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കും. പലപ്പോഴും പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ ഒക്കെ കൃഷി ചെയ്യുന്നവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ സൂക്ഷിച്ച് വെച്ചാൽ അത് പെട്ടെന്ന് പെരീഷബിളാണ്, അത് പെട്ടെന്ന് പോവും. ഉദാഹരണത്തിന് ഈ വാഴക്കുളത്തെ കൈതച്ചക്ക നമുക്കറിയാം, കൂടി വന്നാൽ 4-5 ദിവസം ഇരിക്കും, അത് കഴിഞ്ഞാൽ തീർന്നു പോകും. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ മാർക്കറ്റുകളിലൂടെ അത് പെട്ടെന്ന് വിറ്റഴിക്കാനുള്ള സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ എത്രയോ പ്രയോജനപ്രദമാണ്. അപ്പോൾ അതിന് നമുക്ക് കാര്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യം, പരമ്പരാഗത കൃഷി വികാസ് യോജന, ജൈവകൃഷിയാണ്. ജൈവകൃഷി നമുക്ക് അറിയാൻ വയ്യാത്തതല്ല. മലയാളിക്ക് ജൈവകൃഷി അറിയാം. പക്ഷെ മലയാളിയെ സംബന്ധിച്ചൊരു വലിയ പരാധീനതയുണ്ട്. തുണ്ട് ഭൂമികളാണ്. 10 സെൻറ്റ്, 2 ഏക്കർ, 5 ഏക്കർ, 8 ഏക്കർ, 10 ഏക്കർ, 100 ഏക്കറിന് മുകളിലെ ഭൂമിയുള്ള ആൾക്കാരെന്ന് പറയുന്നത് കേരളത്തിൽ 540 പേരേ ഉള്ളൂ. 1000 ഏക്കറിന് മുകളിൽ കൃഷിയുള്ളവരെന്ന് പറയുന്നത് 60 പേരേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ സെൻറ്റ് കണക്കിനും അല്ലെങ്കിൽ 5 ഏക്കറിന് താഴോട്ടും 10-15 ഏക്കർ വരെയൊക്കെയുള്ള ചെറുകിട ഇടത്തരം നാമമാത്ര കൃഷിക്കാരാണ്. അപ്പോൾ അവരുടെ ഇടയിൽ പരമ്പരാഗത കൃഷി നടത്തുക, അതായത് ഈ ഓർഗാനിക് ഫാമിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ചെറിയൊരു കൃഷിയിടത്തിൽ നമ്മൾ ഓർഗാനിക് കൃഷി ചെയ്യുമ്പോൾ തൊട്ടടുത്ത കൃഷിയിടത്തിൽ കീടനാശിനിയും കളനാശിനിയും രാസവസ്തുവും ഒക്കെ ഉപയോഗിച്ചാൽ, രാസവളമൊക്കെ ഇട്ടാൽ അത് നമ്മളിലേക്കും കൂടെ പകരും. അപ്പം നമ്മുടെ പ്രോഡക്റ്റിന് ആ ഒരു ക്രെഡിബിലിറ്റി കിട്ടില്ല, ആ ഒരു ക്വാളിറ്റി അംഗീകരിക്കില്ല. അതുകൊണ്ട് ഈ ഓർഗാനിക് കൃഷി കേരളത്തിൽ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അതിനൊരു വലിയ ബുദ്ധിമുട്ട് പ്രദേശത്തുള്ള കുറേ പേര് ഒന്നിച്ച് സംഘടിച്ച് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും മാറുന്ന കാലഘട്ടത്തിൽ അത്തരമൊരു ഉദ്യമം നമ്മൾ സ്വീകരിക്കുകയാണ് എന്നിരിക്കട്ടെ. സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ മൂല്യവർദ്ധിതമായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് കൂടുതൽ വില കിട്ടും. ഇനി മറ്റൊരു മേഖലയാണ് ഈ ഇൻഷുറൻസ്. അതായത് ഇൻഷുറൻസ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. പെൻഷൻ, പലർക്കും ആഗ്രഹമുണ്ട് പെൻഷൻ കിട്ടണം. ഇപ്പോൾ കേരളത്തിലെ കർഷകരുടെ ഇടയിൽ ഒരു വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. എല്ലാവർക്കും പെൻഷൻ വേണം, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം പോരാ
കർഷകന് പെൻഷൻ കിട്ടണം, 10,000 രൂപ അടിസ്ഥാന പെൻഷൻ എന്നൊക്കെ പറയുന്ന വളരെ ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. എന്നാൽ ഇത് പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന എന്ന പേരിൽ ഇന്ത്യയിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കർഷക തൊഴിലാളികൾക്ക് ഈ മേഖലയിൽ ചേരാം, ഈ പെൻഷൻ പദ്ധതിയിൽ ചേരാം. 60 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് മാസം പെൻഷൻ ലഭിക്കും. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ 3,000 രൂപ കിട്ടും. ഇനി ഭാവിയിൽ അതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ കിട്ടും. അത് നമ്മളുടെ പ്രീമിയം അടയ്ക്കുന്നത് എത്രയാണോ അതനുസരിച്ച് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെൻഷൻ പദ്ധതിയുണ്ട്. അപ്പോൾ പല പദ്ധതികളുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഏതാനും പദ്ധതികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇൻഷുറൻസ് ഉണ്ട്, പെൻഷൻ പദ്ധതിയുണ്ട് കർഷകനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഈ ഓവർ ഡ്രാഫ്റ്റ്, അതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്, ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗവൺമെൻറ് സർവൻറ്റിനെ പോലെ പെൻഷൻ കിട്ടുകയും ഒരു ബിസിനസ്സുകാരനെ പോലെ ഓവർ ഡ്രാഫ്റ്റ് കിട്ടുകയും അതുപോലെ ഒരു ഇൻഷുറൻസ് കിട്ടുകയും ഒക്കെ ചെയ്യുന്ന നല്ല മേഖലകൾ കാർഷിക രംഗത്ത് ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ല എങ്കിൽ ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ഇനി അടുത്തൊരു കാര്യം, 8ാമത്തെ ഒരു കാര്യമാണ് ഈ സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണ് പരിശോധിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് വളപ്രയോഗം ചെയ്യുക, കൃഷി ഇറക്കുക, ഇതൊക്കെ ഈ സോയിൽ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ അതിനൊക്കെ ഈ മൊബൈൽ ആപ്പ് വരെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് സോയിൽ ഹെൽത്ത് കാർഡ്. കാരണം കൃഷി രീതി മാറിയിരിക്കുന്നു. കൃഷി രീതി മാറുമ്പോൾ ആ കൃഷി രീതിക്കനുസരിച്ച് കർഷകനും മാറണം. ഇപ്പോൾ നമ്മൾ 10,000 കൊല്ലം മുമ്പ് ചേന നട്ട പോലെ ഇപ്പോഴും ചേന നടുന്നത്. കാരണം നമ്മൾ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇസ്രയേലിൽ അതല്ലെങ്കിൽ ഹോളണ്ടിൽ കൃഷി രീതിയൊക്കെ എങ്ങനെയാണ് എന്നുള്ളതിനെപ്പറ്റി വായിച്ചപ്പോൾ എനിക്കവിടെ പോയി ഇത് കാണണമെന്ന് തോന്നി. എങ്ങനെയെങ്കിലും ഒരിക്കൽ സമയം കിട്ടിയാൽ തീർച്ചയായിട്ടും പോകും. അപ്പോൾ നമ്മുടെ ഇസ്രയേലിൽ ഒരു ഇഞ്ചിൽ നിന്ന് എത്ര ഡോളർ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചോദിക്കും നമ്മുടെ നാട്ടിൻ പുറത്ത് 1 ഏക്കറിൽ എത്ര ഉണ്ട് വരുമാനം, 1 ഏക്കർ നെൽകൃഷി ഉണ്ടെങ്കിൽ എത്രയുണ്ട് വരുമാനം, 1 ഏക്കർ റബ്ബർ തോട്ടം ഉണ്ടെങ്കിൽ തെങ്ങും തോട്ടം ഉണ്ടെങ്കിൽ എത്രയുണ്ട് വരുമാനം. നമ്മൾ ഏക്കർ കണക്കിനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വീട്ടമ്മയാണെങ്കിൽ സെൻറ്റ് കണക്കിന്. പക്ഷേ ഇസ്രായേലുകാരന് ഏക്കറും സെൻറ്റൊന്നും ഇല്ല, ചതുരശ്ര ഇഞ്ചിൽ നിന്ന് എത്ര ഡോളർ എന്നാണ്. ഇതൊക്കെ കാർഷിക രംഗത്ത് സാധ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കർഷക മോർച്ചയുടെ ഒരു നല്ല പ്രോഗ്രാം എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ അവസരം കിട്ടി. എറണാകുളത്തെ ഫ്ലാറ്റുകളിൽ 40 നിലയുടെയൊക്കെ മുകളിൽ പച്ചക്കറി കൃഷി ചെയ്യുക, മണ്ണില്ലാതെ വളമില്ലാതെ. മണ്ണും വേണ്ട വളവും വേണ്ട. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ്? അതായത് പച്ച വെള്ളം നനച്ച് കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ പയറ്, ഉഴുന്ന്, കടല, പരിപ്പൊക്കെ വിതറിയിട്ടാൽ അത് മുളച്ച് 4-5 ദിവസം കൊണ്ട് ഇലയൊക്കെ ആവും. ആ ഇല കട്ട് ചെയ്താൽ നമുക്ക് തോരനുണ്ടാക്കാം, കറിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഒരു ചിലവില്ലാത്ത 0 ബഡ്ജറ്റിലുള്ള ഒരുതരം കൃഷിയാണ്. ഇതൊരു ഹോബി പോലെയൊക്കെ എടുത്താൽ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, അത് വലിയ വരുമാനം ഉണ്ടാക്കുമെന്നല്ല, പക്ഷേ ഒരു വർഷം വീട്ടമ്മയുടെ ബഡ്ജറ്റിൽ വളരെയേറെ സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലും ഈ മണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ ഏറ്റവും ആധുനികമായിട്ടുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൃഷി തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിർദ്ദേശം. ഇനി കന്നുകാലി ഇൻഷുറൻസ്. കന്നുകാലിക്ക് അതിൻ്റെ മാർക്കറ്റ് വിലയുടെ തുല്യമായിട്ടുള്ള തുകയ്ക്ക് അതിനെ ഇൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെന്തെങ്കിലും അപകടം പറ്റുമോ അല്ലെങ്കിൽ അത് ചത്തുപോവുകയൊക്കെ ചെയ്താൽ കർഷകൻ നഷ്ടം സഹിക്കേണ്ടി വരുന്നില്ല. ഇതിൻ്റെ പ്രീമിയം അടയ്ക്കുന്നതിൻ്റെ നേരെ പകുതി തുക ഗവൺമെൻറ് അടയ്ക്കും. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്. അപ്പോൾ ഒരു എരുമ അല്ലെങ്കിൽ പശുവിനെ, ആടിനെ, പന്നിയോ എന്തോ ആവട്ടെ, അതിനെ നമ്മൾ വളർത്തുന്ന അവസരത്തിൽ അതിനെ ഇൻഷുർ ചെയ്തുകൊണ്ട് വളർത്താം. അപ്പോൾ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്കൊക്കെ തന്നെ നഷ്ടപരിഹാരം ലഭിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഈ കർഷക സംഘങ്ങൾ ആയിട്ട് രജിസ്റ്റർ ചെയ്താൽ ഉള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സംഘങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു പഴയ പരമ്പരാഗതമായിട്ടുള്ളൊരു വിശ്വാസമാണ്. അതൊക്കെ മാറി ഇപ്പോൾ പുതിയ സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു കാര്യമാണ് ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്. ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൂട്ടായ്മയാണ്, ഒരു വലിയ കൂട്ടായ്മയാണ്. അതായത് ആയിരക്കണക്കിന് കർഷകരെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും.
FPO എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു പ്രദേശത്ത് നാളികേര കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ നെല്ല് കൃഷി ചെയ്യുന്ന ഒരു വലിയ പാടശേഖരത്തിലെ അല്ലെങ്കിൽ ഒരു വലിയ പ്രദേശത്തെ, ചിലപ്പോൾ അതൊരു താലൂക്കാവാം, ഒരു ജില്ലയാകാം, മുനിസിപ്പാലിറ്റി ആവാം, എന്തും ആവട്ടെ, ആ പ്രദേശത്തെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കർഷകർ ഒന്നിച്ചു കൂടിയിട്ട് അവരുടെ കാർഷിക കാര്യങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. ആ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലോൺ കിട്ടുന്നു, സബ്സിഡി കിട്ടുന്നു, മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടുന്നു. ഇതൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരു കാര്യം, ഈ കാർഷിക രംഗത്തെ ആധുനികവൽക്കരണം, യന്ത്രവൽക്കരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകൾ പോയി അറ്റൻഡ് ചെയ്യുക. ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കും, രണ്ടാഴ്ചയായിരിക്കും, കൂടി വന്നാൽ ഒരു മാസം, അത്രയൊക്കെ ഉള്ളൂ. ആ കോഴ്സിൽ പോയി അറ്റൻഡ് ചെയ്ത് സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു കർഷകനുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കർഷകന്മാർ കൂടി ഒരു ചെറിയ ഒരു സംഘം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു ട്രാക്ടർ 10 ലക്ഷം രൂപയൊക്കെ വിലയുള്ള ട്രാക്ടർ 1 ലക്ഷം രൂപയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ 10-1 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ പുല്ല് വെട്ടുന്ന യന്ത്രം അതിന് പല വിലയുണ്ട്, പക്ഷേ അതിൻ്റെ 10-1 വിലയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എപ്പോഴും ഉപയോഗിക്കേണ്ട, മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കാം, വരുമാനമാണ്, ചെറിയ തുക മുതൽ മുടക്കേ ഉള്ളൂ. ഞാൻ ഏതാനും എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. ഞാൻ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി പറയാം. അതായത് കാർഷിക രംഗത്ത് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന വലിയ വ്യതിയാനങ്ങൾ, അത് നമ്മൾ അറിയണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ചേന, നമ്മൾ 10,000 വർഷം മുമ്പ് ചേന ഇടുന്ന പോലെ തന്നെ ഇന്നും ചേന ഇടുന്നു. നാളികേരം, നമ്മൾ പണ്ട് നാളികേരം എങ്ങനെയാണോ ഉൽപ്പാദിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നും ചെയ്യുന്നു. ഏത് വിളയാണേലും മലയാളിയുടെ ഒരു അവസ്ഥ അതാ. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തൊരു നാളികേരത്തിൽ നിന്ന് 150 രൂപ മുതൽ 250 രൂപ വരെ അവിടുത്തെ കർഷകർ സമ്പാദിക്കുന്നു എന്ന് പറയുമ്പോൾ, ചങ്ങനാശ്ശേരിയിലെ കർഷകനൊരു നാളികേരത്തിൽ നിന്ന് എത്ര സമ്പാദിക്കാൻ പറ്റും? കൂടി വന്നാൽ 50 രൂപ സമ്പാദിക്കാൻ പറ്റും. ഇതിനെ വാല്യൂ അഡീഷൻ ചെയ്താൽ, മൂല്യവർദ്ധിതമാക്കിയാൽ എന്ന് പറഞ്ഞാൽ നമുക്കെന്താ മനസ്സിലാവുക? അത് കൊപ്രയാക്കുക, പിന്നെ ആട്ടി വെളിച്ചെണ്ണ ഉണ്ടാക്കുക, അത്രയൊക്കെയുള്ള മൂല്യവർദ്ധനയല്ലേ നമുക്കറിയൂ. ഇനി അതല്ലെങ്കിൽ മുളപ്പിച്ച് തയ്യായിട്ട് വിൽക്കാം, അതും ഒരു വാല്യൂ അഡീഷനാണ്. പക്ഷേ ഇതൊന്നും അല്ല നാളികേരത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത്. നാളികേരത്തിൽ നിന്ന് ഉണ്ടാക്കാവുന്ന ഉൽപ്പന്നങ്ങൾ നിരവധിയുണ്ട്. ഇതിന് വലിയ ഫാക്ടറിയും യന്ത്രവും വൈദ്യുതിയും ഒന്നും ഇല്ലാതെ തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കുടിൽ വ്യവസായം പോലെയുള്ള മേഖലകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ടെക്നിക്കൽ നോഹൗ, സാങ്കേതികമായിട്ടുള്ള അറിവ് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ഫീൽഡ് മുതൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വരെ കർഷകൻ തന്നെ ചെയ്യണം. ഇത് നാളികേരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നെല്ലിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്ന പൊടികളുണ്ടല്ലോ, ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങിക്കുന്ന പൊടി, അരിപ്പൊടി എന്ന് പറഞ്ഞ പുട്ടുപൊടിയുണ്ട്, ഇടിയപ്പത്തിൻ്റെ പൊടിയുണ്ട്, ദോശപ്പൊടിയുണ്ട്, അങ്ങനെ പലതരം ഉണ്ട്. കേരളത്തിലാകെ വിൽക്കുന്ന പൊടിയുടെ പകുതിയിൽ കൂടുതൽ, ഏതാണ്ട് കൃത്യം പറഞ്ഞാൽ 60% പൊടികളും അരിപ്പൊടിയാണ്. അരി കൊണ്ടുണ്ടാക്കുന്ന വിവിധതരം പൊടികളാണ്. പക്ഷേ ഇതാരാ ഉണ്ടാക്കുന്നത്? ഇതുണ്ടാക്കുന്നത് കർഷകനല്ല, അത് വ്യവസായിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അരിപ്പൊടി ഉണ്ടാക്കാൻ വലിയ ജനറേറ്ററൊക്കെ വെച്ച് വൈദ്യുതി ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അരിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് യന്ത്രം കൊണ്ടുവന്ന് ഫാക്ടറി ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. നമുക്ക് ഈ മാർക്കറ്റിൽ കിട്ടുന്ന അരിപ്പൊടിയേക്കാൾ കുറച്ചുകൂടി ഗുണമേന്മയുള്ള സ്വാദിഷ്ടമായ നല്ല അരിപ്പൊടി നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാക്കാം. അങ്ങനെ വീടുകളിലുണ്ടാക്കി അത് പാക്ക് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനവും കർഷകൻ ഏർപ്പെടുത്തിയിരിക്കട്ടെ. ഇപ്പോൾ 1 ഏക്കർ പാടമുള്ള, 50 സെൻറ്റ് പാടമുള്ള, അല്ലെങ്കിൽ 2 ഏക്കർ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വീട്ടിലെ നെല്ല് വീട്ടിലെ ഉപയോഗത്തിനുള്ള അരിയാക്കി മാറ്റി ബാക്കിയുള്ളത് പൊടിച്ച് പാക്കറ്റാക്കി മാർക്കറ്റ് ചെയ്താലുണ്ടാകുന്ന വരുമാനം എത്രയാണ്? നിസ്സാര കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ 2 ഏക്കർ കൃഷിയുള്ള പാടമുള്ള ഒരു നെല്ല് കർഷകൻ വീട്ടിലെ അരിക്കുള്ള ഉപയോഗം കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ പ്രോഡക്റ്റാക്കി മാറ്റി മാർക്കറ്റിലേക്ക് കൊടുത്താനുള്ള വരുമാനം എത്രയാണ്? ഞാനിന്നിപ്പോൾ റബ്ബർ ബോർഡിൻ്റെ മെമ്പറാണ്. അവിടെ ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് റബ്ബറിൻ്റെ വില കൂട്ടുന്നതിനെക്കുറിച്ച് ഉള്ള കാര്യമല്ല. കാരണം അത് ടാക്സ് കൂട്ടി എത്ര വരെ കൂട്ടാമോ അത്രയും കൂടി നിൽക്കുക. ഇതിൽ കൂടുതലൊന്നും കൂടാനുള്ള സാധ്യതയില്ല. എന്നാൽ റബ്ബർ പ്രോഡക്ട്സ്, ഒരു റബ്ബർ മരമുള്ള ആളിന് പോലും 1000 രൂപയുടെ പ്രോഡക്റ്റ് വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ അതിനുള്ള ടെക്നിക്കൽ നോഹൗ നമ്മുടെ കയ്യിലുണ്ട്, അതിനുള്ള മാർക്കറ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ കർഷകൻ്റെ മൈൻഡ് സെറ്റ് ഒന്ന് മാറിയാൽ മതി. ഇപ്പോൾ സ്പൈസസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്
എന്തുമാവട്ടെ, ഏത് മേഖല നമ്മൾ കയ്യിലെടുത്താലും ആ മേഖലകളിലൊക്കെ തന്നെ വാല്യൂ അഡീഷൻ ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കർഷകൻ ഡെവലപ്പ് ചെയ്യണം. ഇന്നിപ്പോൾ കർഷകൻ എന്താ ചെയ്യുന്നത്? റോ മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കുക മാത്രം. റോ മെറ്റീരിയൽ തിരുവനന്തപുരത്ത് കർഷക മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ അവിടെ 100 കണക്കിന് വാഴ കർഷകർ ഇപ്പോൾ ഒന്നിച്ചു കൂടിയിട്ട് സൊസൈറ്റികളൊക്കെ രജിസ്റ്റർ ചെയ്തു. അവർക്ക് 1 കോടി രൂപ ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 350 വാഴ കർഷകർ സംഘടിച്ചപ്പോഴേക്കും കേന്ദ്ര ഗവൺമെൻറ് 1 കോടി രൂപ ലോൺ കൊടുത്തു. ഇനിയിപ്പോൾ അവരത് 1000 പേരാക്കുകയാണ്. അപ്പോഴത്തേക്ക് 1 കോടി എന്നുള്ള 5 കോടിയാവും. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഈ വരുമാനം വന്നു കഴിയുമ്പോൾ അവരുദ്ദേശിക്കുന്ന ഇതാണ്, വാഴക്കായിൽ നിന്ന്, വാഴയുടെ പിണ്ടിയിൽ നിന്ന്, വാഴയുടെ ഇലയിൽ നിന്ന്, വാഴയുടെ മാണം എന്നൊക്കെ പറയുന്ന അതിൻ്റെ അടിയിലുള്ള കിഴങ്ങിൻ്റെ ഭാഗമുണ്ടല്ലോ, ഇതൊക്കെ തന്നെ പ്രോഡക്റ്റാക്കി മാറ്റി എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും രാജ്യത്ത് ഇൻറ്റേർണൽ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുമുള്ള വാല്യൂ അഡീഷൻ ചെയ്യാൻ വേണ്ടി അവർ ചിന്തിക്കുക. അസാധ്യമായ കാര്യമല്ല. അപ്പോൾ വാല്യൂ അഡീഷൻ ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളിപ്പോൾ ഏത്തവാഴ കർഷകരോട് ചോദിച്ചാൽ അവർ പറയും, ഏത്തവാഴ വെച്ചു, വളരെ കഷ്ടപ്പെട്ടു, 10 മാസക്കാലം കഷ്ടപ്പെട്ട് പണിയെടുത്ത് വെട്ടി വിൽക്കാറായി കഴിഞ്ഞപ്പോൾ കിലോയ്ക്ക് 8 രൂപ നഷ്ടമായിപ്പോയി. എന്തുകൊണ്ടാണ് നഷ്ടം? റോ മെറ്റീരിയൽ വിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ റോ മെറ്റീരിയൽ വിൽക്കുന്നതിന് പകരം ഫിനിഷ്ഡ് ഗുഡ് ആണെങ്കിലോ, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണെങ്കിലോ കിലോയ്ക്ക് 8 രൂപയല്ല കിട്ടുക. അപ്പോൾ കിലോയ്ക്ക് 150 രൂപയോ 160 രൂപയോ വരെ വിൽക്കാം. അപ്പോൾ വാല്യൂ അഡീഷൻ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. ഞാനിത് നിങ്ങൾ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്ന, കൃഷിയെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഒരു ടീമായതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ വിഷയം വെക്കുന്നത്. കർഷകൻ കാലാനുസൃതമായി മാറണം, കാലാനുസൃതമായ പരിവർത്തനങ്ങൾ വരണം. ആ പരിവർത്തനങ്ങളിലൂടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കർഷകൻ അവൻ്റെ ഫീൽഡിൽ തന്നെ, അതായത് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിൽ അവൻ്റെ ഒരു കുടിൽ വ്യവസായം പോലെ ചെറുതായി ആരംഭിച്ചിട്ട് ഈ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും വലിയൊരു ഗുണം, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചന്തയോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റോ ഒന്നും മനസ്സിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. മാർക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുണ്ട്. അതെന്താ? മൊബൈൽ ഫോൺ. നിങ്ങളുടെ മൊബൈൽ ഫോൺ മതി നിങ്ങളുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ. ഞാൻ അങ്ങനെ പല കർഷകരെയും കണ്ടു. ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള ഒരു കർഷകനുണ്ട് തൊടുപുഴയിൽ, സന്തോഷ് അറക്കൽ എന്ന് പറയും. അയാളൊരു ചെറുപ്പക്കാരൻ, പത്രപ്രവർത്തകൻ. അതുപോലെ തന്നെ അദ്ദേഹം ആധാരം എഴുതുന്ന ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു നല്ല കർഷകനാണ്. ആ കർഷകൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ, അയാളുടെ വീട്ടിൽ അയാൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അയാളുടെ മൊബൈലിൽ കൂടി അയാൾ മാർക്കറ്റ് ചെയ്യുക. എല്ലാ ദിവസവും അയാൾ പറയും, ഇന്ന് ഇന്ന സാധനം ഇത്ര കിലോ ഇത്ര എണ്ണം ഞാൻ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്, ഇത്ര രൂപയ്ക്ക് വിൽക്കാൻ തയ്യാറാണ്. വെറും കയ്യിലിരിക്കുന്ന മൊബൈലിനെ മാർക്കറ്റാക്കി മാറ്റിയിട്ട് നല്ല വരുമാനം നേടുന്നുണ്ട് എന്ന് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയും നമുക്ക് മാർക്കറ്റ് ഉണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ മാർക്കറ്റാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ നിങ്ങളെ കാണുന്നത്, നിങ്ങൾ എന്നെ കാണുന്നതുമായിട്ടുള്ള ഈ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, ഒന്നാം തരം മാർക്കറ്റാണ്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചന്തയെക്കുറിച്ചും ഇടനിലക്കാരനെക്കുറിച്ചും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിനെക്കുറിച്ചും ഒന്നും ചിന്തിക്കാൻ പോകണ്ട. നിങ്ങളുടെ മൊബൈലാണ് നിങ്ങളുടെ മാർക്കറ്റ് എന്ന് കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇത്തരം ആശയങ്ങളിൽ നമ്മളൊന്ന് എത്തിച്ചേരുക. കാലം മാറി, ആ മാറുന്ന കാലത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. കഴിഞ്ഞ ദിവസം ആരോ നിങ്ങൾ കണ്ടു കാണുമല്ലേ, ഈ ഒരു ചിരട്ട മിനിക്ക് 2300 രൂപയ്ക്ക് വിറ്റ ഒരു സംഭവം. ഇത് വലിയ സംഭവമാണ്. ഒരു ചിരട്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ ചിരട്ടയുടെ പകുതിക്ക് അത്രയും വില ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മേടിക്കാൻ ആളുണ്ട്. ഈ മാർക്കറ്റിൽ ആളുണ്ട്. നമ്മുടെ നാട്ടിൽ പ്ലാവിൽ നിന്ന് താഴെ വീണ് ബോംബ് പോലെ ചെതറിപ്പോകുന്ന ചക്കപ്പഴം ഉണ്ടല്ലോ, അതിനകത്ത് ചക്കക്കുരു 4ആയിട്ട് കീറി വറുത്ത് ഇംഗ്ലീഷിൽ പേരും ഒക്കെ ഇട്ട് സ്റ്റിക്കറും ഒക്കെ ഒട്ടിച്ച് ലുലു മാർക്കറ്റിൽ കൊണ്ടുവച്ചാൽ 1600 രൂപയും ടാക്സുമാണ്. മേടിക്കാൻ ആളുണ്ട്. പേരൊക്കെ ഇംഗ്ലീഷിൽ ഇടണമെന്നേ ഉള്ളൂ. ചക്കക്കുരു എന്നൊന്നും ഇട്ടാൽ ആർക്കും ഒരു മീച്ചമൊന്നും കാണുകയില്ല. അതിന് ഇംഗ്ലീഷിൽ പേരൊക്കെ ഇട്ടുകൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് തമാശയല്ല. ഈ ഇത്രയും സമയം സംസാരിച്ചപ്പോൾ ചെറിയ തമാശ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇത് കാര്യമാണ്. ഇതാണ് ഇന്ന് കാർഷിക മേഖലയിൽ വരുത്തേണ്ടതായ മാറ്റം. ഈ മാറ്റത്തിനൊപ്പം നിൽക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാണ്. അതായത് ബാങ്കിൽ നിന്ന് ലോൺ തരാൻ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സപ്പോർട്ട് ചെയ്യാൻ, ഈ രാജ്യം മുഴുവൻ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ, കൃഷി ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദ്യകളും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലേക്ക് കൊണ്ടുവന്ന് തരാൻ, ആധുനികമായിട്ടുള്ള കൃഷിരീതികൾ പരിചയപ്പെടുത്താൻ, ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ,
ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള മൂലധനം വേണമെങ്കിൽ, ആയിരക്കണക്കിന് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടൊരു വലിയ മൂവ്മെൻ്റായിട്ട് ചെയ്യണമെങ്കിൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാൻ, അതിനൊക്കെ നിയമപരമായ പ്രാബല്യം തരാൻ, അതിനൊക്കെ കോടാനുകോടി രൂപയുടെ, 1000, 10,000, ലക്ഷമൊന്നുമല്ല, കോടാനുകോടി രൂപയുടെ ആനുകൂല്യങ്ങൾ, അതിൽ സബ്സിഡി അടക്കം നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാണ്. ഒരിക്കൽ കൂടി ഖേദപൂർവ്വം പറയട്ടെ, മലയാളിക്ക് ഇതിനൊക്കെ ഒരു കടമ്പയുണ്ട്. കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഇത്തരം കാര്യങ്ങൾ മലയാളിയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന കാര്യത്തിൽ താല്പര്യമില്ലാത്ത സർക്കാരുകൾ കേരളം ഭരിക്കുമ്പോൾ ഞാൻ അവരെ കുറ്റം പറയാനല്ല ഒരുങ്ങുന്നത്. അത് അവരുടെ ശൈലി, അവരുടെ ജോലി അവർ ചെയ്യട്ടെ. പക്ഷെ നമ്മൾ കർഷകർ, നമുക്കിവിടെ ജാതി മതം രാഷ്ട്രീയം ഒന്നും വേണ്ട. കർഷകന് കൃഷി എന്നുള്ള ഒരു മതം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം സ്വീകരിച്ചാൽ അവനെ രക്ഷിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു ജാതി മതവും വരണ്ട. നമ്മൾ കൃഷിയിൽ വിശ്വസിക്കുകയും കർഷകർ ഒന്നിച്ച് നിൽക്കുകയും ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുമായിട്ട് സഹകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മളൊന്ന് ഡെവലപ്പായാൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഞാൻ അധികം സംസാരിച്ച് പോകുന്നില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾ ഒരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് എടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മിക്കവാറും നമ്മളെല്ലാവരും തന്നെ പരിചയക്കാരാണ്. ഇപ്പോൾ ഇത്രയും സമയം ഞാൻ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യവും കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ചോദ്യങ്ങൾ മനസ്സിലുള്ളവർ ഒന്ന് ടൈപ്പ് ചെയ്ത് ഇട്ടാൽ മതി. ഞാനത് വായിച്ച് നോക്കിയിട്ട് അറിയുന്ന കാര്യങ്ങൾ പറയാം, അറിയില്ലാത്തത് പഠിച്ചിട്ട് പറയാം. ഏതായാലും ഈ കാർഷിക മേഖലയിൽ കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളുക. രണ്ടാമത്തെ കാര്യം, ഗവൺമെൻറ്റിൻ്റെ എല്ലാ സഹായങ്ങളും സ്വീകരിക്കുക. മൂന്നാമത്തെ കാര്യം, കൂട്ടായ്മ രൂപപ്പെടുത്തുക. വളരെ അന്തസ്സായിട്ടുള്ള കൂട്ടായ്മ, അതായത് സൊസൈറ്റി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു അയൽക്കൂട്ടം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏറ്റവും ലോ ലെവൽ, പ്രാഥമികമായിട്ടുള്ള മിനിമം എന്ന് ചിന്തിക്കാതെ കുറച്ചുകൂടി ഹയർ ലെവലിൽ ചിന്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടാക്കുക, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ കീഴിൽ വരുന്ന മുഴുവൻ കുടുംബങ്ങളിലെ മുഴുവൻ അംഗങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുക, എല്ലാ സപ്പോർട്ടും കൊടുക്കുക. അപ്പോൾ ആ സപ്പോർട്ട് കൊടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന വലിയൊരു നേട്ടം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റും. അവരുടെ യന്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള സഹായങ്ങൾ, അതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്യാനുള്ള സഹായങ്ങൾ, വെയർഹൗസുകൾ, ഇപ്പോൾ ഈ ശീതീകരണ സംഭരണികളോട് കൂടിയിട്ടുള്ള വെയർഹൗസുകൾ. ഒരു കാലത്ത് പച്ചക്കറി ഉണ്ടാക്കി, മാർക്കറ്റില്ല, പേടിക്കണ്ട. ഡീപ് ഫ്രീസിങ്ങിലൂടെ ആ പച്ചക്കറി സൂക്ഷിച്ചു വെക്കാം. 1 കൊല്ലമോ 2 കൊല്ലമോ കഴിഞ്ഞിട്ട് അതിനെ പുറത്തെടുത്തിട്ട് പഴയ രൂപത്തിൽ തന്നെ മാർക്കറ്റിലേക്ക് കൊടുക്കാം. നമ്മൾ ഈ റിലയൻസിൻ്റെ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ നല്ല തുടുതുടായിരിക്കുന്ന പച്ചക്കറിയും പഴവും ഒക്കെ കാണുമ്പോൾ ഓർക്ക് ഇത് ഇന്നലെ പറിച്ചുകൊണ്ട് വന്നതാണ്. ഒന്നുമല്ല, 1-2 കൊല്ലം മുമ്പ് എങ്ങാണ്ട് പറിച്ചതാണ്. ഡീപ് ഫ്രീസറിൽ വെച്ചിരിക്കുക. ആ സംവിധാനം അവർക്കുണ്ട്. ഇത് അവരുടെ മാത്രം കുത്തകയല്ല. ഈ ഡീപ് ഫ്രീസിങ് സംവിധാനം നമുക്ക് ചങ്ങനാശ്ശേരിയിലെ കർഷകർക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ 1-2 വർഷം സൂക്ഷിച്ചു വെക്കാനും പിന്നീട് പുറത്തെടുത്ത് ഫ്രഷായിട്ട് മാർക്കറ്റ് ചെയ്യാനും കഴിയുന്ന തരത്തിൽ ഇന്ന് അവൈലബിൾ ആണ്. ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വെയർഹൗസിംഗ് എന്ന് പറയുന്ന വലിയൊരു മേഖല മാർക്കറ്റിംഗ് പോലെ തന്നെ ഈ രംഗത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനിതിൻ്റെ ആമുഖം അവസാനിപ്പിക്കാം. ഫുഡ് പ്രോസസ്സിംഗ്, അതായത് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് റോ മെറ്റീരിയൽസ് ആയിട്ട് വിൽക്കുന്നതിന് പകരം അതിനെ പ്രോസസ്സിലേക്ക് വരിക, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കാവുന്ന ചില മേഖലകളുണ്ട്, അതിന് രൂപമാറ്റം വരുത്താവുന്നതുണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട ഒരു തമാശ പോലെ ഒരു കാര്യമാണ്. ഒരു റെസ്റ്റോറൻറ്റിൽ പാത്രങ്ങൾ, സ്പൂണുകൾ, തവികളൊക്കെ തിന്നാം എന്നൊരു സാധനം കണ്ടപ്പോൾ ചിരി വരും. പക്ഷേ അത് വലിയൊരു സംഭവമാണ്. ഒരു വീട്ടമ്മ കണ്ടുപിടിച്ച ഒരു തന്ത്രം. അതായത് വെജിറ്റബിൾ കൊണ്ട് അവർ പൊടി ഉണ്ടാക്കി കുഴച്ചിട്ട് അതിൻ്റെ കൂടെ മൈദയൊക്കെ ചേർത്ത് ഒരു പശയൊക്കെ കൊടുത്തിട്ട് അവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്. അത് ചെറിയ ചെറിയ ബൗളുകൾ, ചെറിയ ചെറിയ പാത്രങ്ങൾ, പ്ലേറ്റുകൾ, തവി, സ്പൂണ്, അതിന് കളറൊക്കെ കൊടുത്ത് ഡിസൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അസൽ സ്പൂണാണല്ലേ പ്ലേറ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷേ അത് തിന്നുകയും ചെയ്യാം. ചില ഐസ്ക്രീം ഉണ്ടല്ലോ, അതിൻ്റെ കപ്പ് തിന്നാം എന്ന് പറഞ്ഞ പോലെ ഇത് ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷേ വളരെ വലിയ മാർക്കറ്റായി, ഒരു വലിയ ബിസിനസ്സായി. അപ്പോൾ ഇത് നമുക്ക് പല കാര്യങ്ങളിലും പരീക്ഷിക്കാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിത് കണ്ടപ്പോൾ ഓർത്തത്, ഈ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുത്ത് സ്കൂളിലേക്ക് വിടുമ്പോൾ ഈ ടിഫിൻ ബോക്സ് ഉണ്ടല്ലോ, ഈ ടിഫിൻ ബോക്സും കൂടെ കുട്ടിക്ക് തിന്നാവുന്നതാണെങ്കിൽ വേസ്റ്റ് ഒന്നും ഉണ്ടായാൽ
അപ്പോൾ രസകരമായിട്ടൊരു കാര്യമല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ചങ്ങനാശ്ശേരിയിൽ ഈ ടിഫിൻ ബോക്സ് ഉണ്ടാക്കി അതിന് പേറ്റൻറ്റും കൂടി എടുക്കുകയാണെങ്കിൽ ചങ്ങനാശ്ശേരി ടിഫിൻ ബോക്സിന് ഭയങ്കര ഡിമാൻഡ് വരും. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം പ്ലേറ്റ് തിന്നാം, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ടൂറ് പോകുമ്പോൾ ഇതൊരു നല്ല കാര്യമല്ലേ? ഇതിൻ്റെ ഒരു പ്ലേറ്റ് കൊണ്ടുപോയി അവസാനം രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചു, കഴിച്ചതിൻ്റെ കൂടെ പ്ലേറ്റും കഴിച്ചു, വേസ്റ്റും ഇല്ല, പ്ലാസ്റ്റിക് വഴിയിലിട്ടെന്നൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു തമാശയായിട്ട് ഞാൻ പറയുന്നില്ല, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, കാർഷിക സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ദിപിൻ സുകുമാർ ചോദിച്ചിരിക്കുന്നു, ഞങ്ങളുടെ പഞ്ചായത്തിൽ ചെറിയ ഒരു സൊസൈറ്റി കാര്യങ്ങൾ ഇതുപോലെ തുടങ്ങിയാൽ വരാമോ? തീർച്ചയായിട്ടും വരാം. ഇപ്പോൾ വേറെ ചില രാഷ്ട്രീയ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കാർഷിക മേഖലയായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അടുത്ത മുഖ്യമന്ത്രി ആര് വേണമെന്നുള്ള ചോദ്യത്തിനൊന്നും ഇപ്പം ഞാൻ മറുപടി പറയുന്നില്ല. അതിനൊക്കെ അതിൻ്റേതായ വേദികളിൽ പറയാം. ഇതിപ്പോൾ നമ്മൾ കാർഷികമായിട്ടുള്ള ചർച്ചയല്ലേ, അപ്പോൾ കാർഷികമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഏതായാലും ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് അങ്ങോട്ട് പറയാനുള്ളത്. ഇനി ഈ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഇൻട്രാക്റ്റീവ് എന്നുള്ള നിലയിൽ ചോദ്യോത്തര രീതിയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രയോജനപ്രദമാകും. അല്ലെങ്കിൽ എൻ്റെ 1 മണിക്കൂർ പ്രസംഗം മാത്രം ആയാൽ അത് പോരാ, കാരണം കാർഷിക രംഗത്തിൽ അങ്ങനെയല്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതിന് ആൻസർ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇപ്പം ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇതുപോലൊരു കാർഷിക സൊസൈറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ വരാമോ, മാർഗനിർദ്ദേശം തരാമോ എന്നൊക്കെ ചോദിച്ചല്ലോ. തീർച്ചയായിട്ടും വരാം, സന്തോഷമേ ഉള്ളൂ. ഒരു കാർഷിക സൊസൈറ്റി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഞാൻ മാത്രമല്ല, ഈ രംഗത്ത് സബ്ജക്റ്റ് എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാർ ഉണ്ട്, അവരെയും കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ വന്നിട്ട് നമുക്കൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഏത് രീതിയിൽ വേണം അത് ഡിസൈൻ എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. അതായത് രജിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള കാര്യമാണോ അറിയേണ്ടത്, ബാങ്ക് ലോണാണോ അറിയേണ്ടത്, സർക്കാർ സഹായമാണോ അറിയേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ നിയമവും ഭരണഘടനയുമാണോ അറിയേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ അതനുസരിച്ച് അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്ന, അഡ്വൈസ് തരാൻ പറ്റുന്ന സബ്ജക്റ്റ് എക്സ്പേർട്സ് ഞാൻ മാത്രമല്ല, ഒരു ടീമായിട്ട് തന്നെ വരാം. നമുക്ക് ചങ്ങനാശ്ശേരിയിൽ ആ രീതിയിൽ തന്നെ അത് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രയോജനം ലഭിക്കും. മറ്റു ചോദ്യങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിക്കുന്ന പോലെ തന്നെ ഒന്ന് എഴുതിയിട്ടാൽ മതി, ഞാനതിൻ്റെ ആൻസർ തരാം. ഈ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ, കാർഷിക മേഖലയിലെ പദ്ധതികൾ അറിയാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് ചെറുതായി സൂചിപ്പിക്കാം. അപ്പോഴേക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ വന്നോട്ടെ. ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൃഷി ഭവനുകളിൽ പോവുക എന്നുള്ള. നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ മുനിസിപ്പാലിറ്റിയിലൊക്കെ കൃഷിഭവനുണ്ട്. അപ്പോൾ കൃഷിഭവനിലൊന്ന് പോവുക, മൃഗാശുപത്രിയിൽ പോവുക. അപ്പോൾ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. അതുപോലെ ഈ കാർഷിക അനുബന്ധമായിട്ടുള്ള 75ഓളം സ്ഥാപനങ്ങൾ ഈ കേരളത്തിലുണ്ട്. 75-ൽ പരം സ്ഥാപനങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട, യൂണിവേഴ്സിറ്റികൾ മുതൽ ലാബറട്ടറികൾ മുതൽ ശാസ്ത്രജ്ഞന്മാർ ജോലി ചെയ്യുന്ന ശാസ്ത്ര സാങ്കേതിക രംഗം വരെ വളർന്ന് വികസിച്ച് നിൽക്കുന്ന ഒരു വലിയ മേഖലയാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഓഫീസുകളിലേക്കും നമ്മളൊന്ന് പോവുക. രണ്ടാമത് പോകേണ്ടത് ബാങ്കുകളിലാണ്. ഇപ്പോൾ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്കുകളുണ്ട്, അതുപോലെ അർബൻ ഡെവലപ്മെൻറ്റ് ബാങ്കുകളുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്, മറ്റ് എല്ലാ ബാങ്കുകളും നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ബാങ്കുകളിലൊക്കെ ഒന്ന് പോയിട്ട് ആ ബാങ്കുകളിൽ കൃഷിയുമായി ബന്ധപ്പെടുത്തി കിട്ടാവുന്ന ലോണുകൾ എന്തൊക്കെയാണ്, ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് കാർഷിക ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട, മൃഗ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട, വിള ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും ബന്ധപ്പെടുക. അപ്പോൾ ഒന്നുകൂടി പറയാം, കൃഷിയുമായി ബന്ധപ്പെട്ട ഓഫീസുകളോട് ബന്ധപ്പെടുക, ബാങ്കുകളുമായിട്ട് ബന്ധപ്പെടുക, ഇൻഷുറൻസ്, ധനസഹായം അങ്ങനെയുള്ള മേഖലയുമായി ബന്ധപ്പെടുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മെക്കനൈസേഷൻ, യന്ത്രവൽക്കരണം. ഇപ്പോൾ നമ്മൾ മനുഷ്യൻ ചെയ്യാവുന്ന പല കാര്യങ്ങളും യന്ത്രം കൊണ്ട് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ പറ്റിയ പുതിയ പുതിയ യന്ത്രങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, 60 അടി 100 അടിയൊക്കെ പൊക്കമുള്ള പ്ലാവിൻ്റെ മുകളിൽ ചക്ക കായ്ച്ചാൽ ഇതെങ്ങനെ അതിൻ്റെ മുകളിൽ കയറിയിടും, തോട്ടി ഒരു 50 അടിയിൽ കൂടുതലൊന്നും മുകളിലേക്ക് പൊങ്ങില്ല. അപ്പോൾ
ഈ കല്യാണത്തിനുമൊക്കെ ഫോട്ടോ എടുക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, എന്താ ഹെലിക്യാം എന്ന് പറയും. അതിൻ്റെ അറ്റത്ത് തോട്ടിയോ അല്ലെങ്കിൽ കത്തിയോ വെച്ച് കെട്ടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 150 അടി മുകളിൽ കിടക്കുന്ന ചക്കയിടാനൊക്കെ പറ്റും. ശാസ്ത്ര സാങ്കേതിക രംഗം ഒന്ന് വികസിപ്പിച്ചാൽ മതി, നമ്മുടെ കുട്ടികളോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ്. ഇതുപോലുള്ള ധാരാളം യന്ത്രങ്ങളുണ്ട്. ഞാൻ കാസർഗോഡ് കവുങ്ങിൻ്റെ കൃഷി പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് കവുങ്ങിൻ്റെ മുകളിൽ കയറുന്ന സ്കൂട്ടർ പോലെയുള്ള ഉപകരണങ്ങളൊക്കെ കണ്ടു. രസകരമാണ്. കുട്ടികളൊക്കെ അതിൻ്റെ മുകളിൽ, പ്രായമുള്ളവരൊക്കെ മുകളിലേക്ക് പോകുന്നതും വരുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. കവുങ്ങിൻ്റെ മുകളിൽ കയറാനുള്ള സ്കൂട്ടറൊക്കെ ഉണ്ട്. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ യന്ത്രവൽകൃതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് കൃഷി എക്സിബിഷനുകളിലേക്ക് പോവുക. നിങ്ങൾ കർഷകരാണോ? കൃഷിയിടത്തിൽ മാത്രം ജീവിച്ചാൽ പോരാ. കാർഷിക രംഗത്ത് വരുന്ന വലിയ പരിവർത്തനങ്ങളെ കാണാൻ വേണ്ടി കാർഷിക എക്സിബിഷനുകൾ കേരളത്തിൻ്റെ പല ഭാഗത്ത്, ഇന്ത്യയുടെ പല ഭാഗത്ത് നടക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എല്ലാം ഒന്ന് പോവുക. അവിടെ പോയിട്ട് ആ കാർഷിക എക്സിബിഷനുകളിൽ പുതിയ പുതിയ സങ്കേതങ്ങൾ, യന്ത്രങ്ങൾ, അതുപോലെ തന്നെ പുതിയ പുതിയ സഹായങ്ങൾ, അതുപോലെ കെമിക്കലുകൾ, സാങ്കേതിക വിദ്യകൾ, ഇതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് പഠിക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ളവർ ഇതെല്ലാം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യവുമാണ്. അപ്പോൾ അങ്ങനെ കാർഷിക മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല കാലം വരികയാണ്. അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏതാണ് ഈ നല്ല കാലം എന്നുള്ളതാണ്. അപ്പം നല്ല കാലം ഒരു ചോദ്യം ഒന്ന് നോക്കിക്കോട്ടെ എന്ന രീതിയിലാണ്. ക്ലിയർ ആവില്ല. ഞങ്ങളുടെ പഞ്ചായത്തിൽ ചെറിയ രീതിയിൽ കൃഷി തുടങ്ങി, ചേട്ടൻ ഇവിടെ വരണം. നേരത്തെ ചോദിച്ച കാര്യമാണ്. ഞാൻ വരും, തീർച്ചയായിട്ടും ഞാൻ വരും. അപ്പോൾ അത് അറിയിച്ചാൽ മതി, വരും. അടുത്ത ചോദ്യം രാഷ്ട്രീയ ചോദ്യമാണ്. ഞാനതിന് മറുപടി പറയുന്നില്ല, കാരണം ഇത് രാഷ്ട്രീയ വേദിയല്ല എന്നുള്ളത്. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ സാർ? നമ്പർ തരുമോ? സിമ്പിളാണ്. ജയസൂര്യൻസ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ കയറിയാൽ മതി. എല്ലാ കാര്യങ്ങളും കിസാൻ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടതല്ല അവിടെയുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട വായ്പകൾക്ക്, കൃഷിക്കാർക്കുള്ള വായ്പകളെപ്പറ്റി നമ്മുടെ പ്രവർത്തകർക്ക് മനസ്സിലാക്കി കൊടുക്കണം തീർച്ചയായിട്ടും. അതായത് നമ്മുടെ പ്രവർത്തകർക്ക് വേണ്ടി, ഇനി കൃഷി താല്പര്യമുള്ള എല്ലാവർക്കും വേണ്ടി, ഈ കോവിഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ ഉടനെ ഓരോ അസംബ്ലി നിയോജക മണ്ഡലം തലത്തിലും അതാത് മേഖലയിലെ സബ്ജക്റ്റ് എക്സ്പേർട്സുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ പഠന ക്ലാസ്സുകൾ വരുന്നുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട വായ്പകൾ, ആ വായ്പകൾ എവിടെ നിന്നൊക്കെ കിട്ടും, എങ്ങനെ കിട്ടും, എത്ര ശതമാനം പലിശ, തിരിച്ചടവ്, ഇതെല്ലാം പറയുന്ന ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഈ കോവിഡിൻ്റെ കാലം ഒന്ന് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അത് കാണാം, അതിൽ നമുക്ക് പങ്കെടുക്കുകയും ചെയ്യാം. കിസാൻ സമ്മാൻ നിധി വലിയ സഹായമായി ഈ ലോക്ക്ഡൗൺ കാലത്ത്. ധാരാളം ആൾക്കാർ പറഞ്ഞു ആ കാര്യം. നാളികേര കൃഷിക്കാർക്ക് വേണ്ടിയുള്ള ഏത് പദ്ധതിയാണ് നിലവിലുള്ളത്? ഇപ്പോൾ ഈ നാളികേര വികസന ബോർഡ്, അതുമായി ബന്ധപ്പെട്ട് ധാരാളം പദ്ധതികളുണ്ട്. അതിലിപ്പോൾ ഏത് പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ പദ്ധതി ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമല്ല. ഏതായാലും നാളികേര വികസന ബോർഡിൻ്റെ വെബ്സൈറ്റിലൊന്ന് നോക്കുക. അതുപോലെ തന്നെ കൃഷിഭവനിലൊന്ന് പോവുക. ഇത് രണ്ടും മതി. അവിടുത്തെ ധാരാളം പദ്ധതികളുണ്ട്, നമുക്ക് കിട്ടും. ആലപ്പുഴയിൽ കൃഷിയുടെ കാര്യങ്ങൾ അറിയാൻ എന്തു ചെയ്യണം? ആലപ്പുഴയിൽ കിസാൻ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. അദ്ദേഹം നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹം ഈ കാര്യങ്ങൾ പറയും. കിസാൻ സമ്മാൻ നിധിയിൽ ഒരു റേഷൻ കാർഡിൽ ഒന്നിൽ കൂടുതൽ വസ്തു ഉടമകൾക്ക് ഉൾപ്പെടാനാവുമോ? തീർച്ചയായിട്ടും ആവും. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, തീർച്ചയായിട്ടും ആവും. ഇന്നത്തെ തലമുറയെ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് കർഷക മോർച്ച പഞ്ചായത്ത് തലത്തിലൊരു പ്രചരണം നടത്താമോ? പ്രചരണമല്ല നടത്തേണ്ടത്, ഇത് പരിശീലനമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പരിശീലനം വരും, തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള പരിശീലനം വരും. കിസാൻ സമ്മാൻ നിധിയിലേക്ക് അപേക്ഷ നൽകാൻ കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടോ? കട്ട് ഓഫ് ഡേറ്റ് ഇല്ല. കിസാൻ സമ്മാൻ നിധി ഒരു റേഷൻ കാർഡിന് ഒന്ന് മാത്രമേ നൽകുന്നുള്ളൂ. കൃഷി ഓഫീസറോട് എങ്ങനെ ബോധ്യപ്പെടുത്തും? അതായത് ഒരു റേഷൻ കാർഡിൽ ഒന്ന് മാത്രം കൊടുക്കണമെന്ന് നിയമമില്ല. ഒരു റേഷൻ കാർഡിൽ എത്ര വേണേൽ കൊടുക്കാം. അത് എങ്ങനെ ബോധ്യപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ, ഞാൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ എൻ്റെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച് പഠിക്കുക. ഡീറ്റെയിൽസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു. അതൊന്ന് വായിച്ചാൽ മതി. ഇപ്പം എല്ലാ കൃഷി ഉദ്യോഗസ്ഥന്മാർക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിൻ്റെ ഇനിയുള്ള ഉയർച്ചയിൽ കാർഷിക മേഖലയുടെ പങ്ക്, യുവജനങ്ങൾക്കൊക്കെ ഉള്ള പങ്ക് കൃഷിയിൽ
ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, ഒരിക്കൽ സൂചിപ്പിച്ചാണ് വീണ്ടും പറയാം. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള രാജ്യം ഭാരതം. ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ഭൂമിയോഗ്യമായിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള രാജ്യം ഭാരതമാണ്. അമേരിക്കയിൽ 50 സ്റ്റേറ്റാണ്. 50 സ്റ്റേറ്റിൽ കൂടി നിങ്ങൾ യാത്ര ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മെനു കാർഡ് നോക്കിയാൽ ഒറ്റ മെനു കാർഡാണ്. ഇന്ത്യയിൽ അങ്ങനെയല്ല. 15-20 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും പുതിയ പുതിയ കാർഷിക വിഭവങ്ങൾ വരികയാണ്, ഭക്ഷണ വിഭവങ്ങൾ വരികയാണ്, മെനു കാർഡ് മാറുകയാണ്. വലിയ വൈവിധ്യമുള്ളത്. അപ്പോൾ ഇത് മുഴുവൻ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇതിന് യുവജനങ്ങൾക്ക് വളരെ വലിയ പങ്ക് വഹിക്കാൻ പറ്റും. അതിനുള്ള പരിശീലന സംവിധാനങ്ങളുണ്ട്, അതിനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളുണ്ട്. ഇന്നവേറ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും ഈ രംഗത്തേക്ക് വരാൻ താല്പര്യമുള്ള ചെറുപ്പക്കാർക്ക് ധാരാളം അവസരങ്ങളുണ്ട്. ഇനി ഏറ്റവും നല്ല കാലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പരിശീലന പരിപാടിയിലേക്ക് വന്നാൽ അതിനാവശ്യമായിട്ടുള്ള പരിശീലനം തരാൻ നമ്മുടെ കയ്യിൽ സംവിധാനമുണ്ട്. നമുക്കവിടെ കാണാം. ചങ്ങനാശ്ശേരി ഉൾപ്പെടെയുള്ള കോട്ടയം ജില്ലയിലെ പ്രധാന കൃഷിയിലൊന്നായ റബ്ബറിന് മതിയായ വില ലഭിക്കുവാനുള്ള എളുപ്പമായ മാർഗം സ്വാഭാവിക റബ്ബറിൽ നിന്നും റബ്ബർ പാൽ മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ അങ്ങ് പോവുകയാണ്. ഫാക്ടറികൾ കേരളത്തിലെ പ്രതികൂല സാഹചര്യം മൂലം മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെടുന്നത് മൂലമുണ്ടാകുന്ന പ്രതിസന്ധി മറികടക്കുവാനായി എന്ത് ചെയ്യാൻ സാധിക്കും? ചേട്ടൻ മുൻ റബ്ബർ ബോർഡ് വൈസ് ചെയർമാനും കൂടിയാണല്ലോ. സ്വകാര്യ മേഖലയിൽ പലരും ശ്രമിച്ചിട്ട് പിൻവാങ്ങുന്നു. ഈ കാര്യത്തെക്കുറിച്ച് പറയാം, ചുരുക്കി പറയാം. ചോദ്യം വലുതാണേലും മറുപടി ചെറുതായിട്ട് പറയാം. ഈ റബ്ബർ മേഖലയിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് റോ മെറ്റീരിയൽ ഉണ്ടാക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോ മെറ്റീരിയൽ ഉണ്ടാക്കി ആരും ഒരിടത്തും രക്ഷപ്പെടുകയില്ല. അതായത് റബ്ബർ ആണെങ്കിലും ലാറ്റക്സ് ആണെങ്കിലും ഷീറ്റാണെങ്കിലും ഒട്ടുപാലാണെങ്കിലും ചണ്ടിപ്പാലാണെങ്കിലും ചിരട്ടപ്പാലാണെങ്കിലും ക്രംബാണെങ്കിലും ക്രീപ്പാണെങ്കിലും ബ്ലോക്ക് ആണെങ്കിലും സെൻട്രിഫ്യൂജർ ലാറ്റക്സ് ആണെങ്കിലും അത് റോ മെറ്റീരിയലാണ്. ആ റോ മെറ്റീരിയലിന് വിലയില്ല. കാരണം ഇന്ത്യയുടെ പകുതി വിലയ്ക്ക് ഇന്ത്യക്ക് പുറത്തത് കിട്ടും. ഇന്ത്യയിൽ 37% ടാക്സും കൂടെ വെച്ചിട്ടാണ് ഇന്നിപ്പോൾ 100-ന് മുകളിൽ റബ്ബർ വില നിൽക്കുന്നത്. അല്ലെങ്കിൽ 60-70 രൂപയ്ക്ക് ലോക മാർക്കറ്റിൽ ഇത് അവൈലബിളാണ്. അതുകൊണ്ട് വില വർദ്ധിപ്പിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം വർദ്ധിപ്പിച്ച് വെച്ചിരിക്കുകയാണ് മോദി ഗവൺമെൻറ്. മോദി ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് 80 രൂപ ഉണ്ടായിരുന്നതാണ് ഇന്നിപ്പോൾ ഇത്ര എത്തിയത്. ഇതിൽ കൂടുതൽ ടാക്സ് കൊടുക്കാൻ പറ്റില്ല. വലിയ ടാക്സ് കൊടുത്തിട്ട് ടാക്സ് കയറ്റി വെച്ചിട്ട് ഇതിൻ്റെ വില വർദ്ധിപ്പിച്ചാൽ ഈ ഇന്ത്യയിൽ ആവശ്യം റബ്ബറില്ല. ആവശ്യത്തിൻ്റെ പകുതി മാത്രം റബ്ബറേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടും ആയില്ല. പിന്നെ എന്താണ് കാരണം? വേണ്ടത് ഇതാണ്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. അതിനുള്ള സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കാൻ തയ്യാറാണ്. അതിന് മാർക്കറ്റ് ഇവിടെ ഉണ്ട്. ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് റബ്ബർ പ്രോഡക്ട്സ്. നമ്മുടെ ഒരു കാറിനകത്ത് 320 പാർട്സ് റബ്ബറാണ്. 10,000-കണക്കിന് റബ്ബർ പ്രോഡക്ട്സ് നമുക്ക് ആവശ്യമുണ്ട്. ചെറുത് വലിയ ടെക്നിക്കൽ നോഹവ് വേണ്ടാത്ത, ഫാക്ടറി വേണ്ടാത്ത, വൈദ്യുതി പോലും വേണ്ടാത്ത ധാരാളം ഉൽപ്പന്നങ്ങൾ, 100 കണക്കിന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, നാളെ മറ്റന്നാൾ പത്രങ്ങളിൽ വരും ഇതിനെ സംബന്ധിച്ച്. അപ്പോൾ അത് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പരിശീലനം വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 1 കിലോ റബ്ബർ പാലിൽ നിന്ന് 1000 രൂപ വരെ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. കിസാൻ സമ്മാൻ നിധി കുടുംബത്തിലെ ഒരംഗത്തിന് മാത്രമേ കിട്ടൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, മറുപടി പറഞ്ഞു. റബ്ബർ പാലിൽ നിന്ന് നേരിട്ട് കുടിൽ വ്യവസായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പരിശീലനം എവിടെ ലഭിക്കും? റബ്ബർ ബോർഡിൽ ലഭിക്കും. റബ്ബർ ബോർഡിൽ ഇതിനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. ഇപ്പോഴും പരിശീലനം കൊടുക്കുന്നുണ്ട്. പക്ഷേ കർഷകർ വേണ്ടത്ര താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. പല ക്ലാസ്സുകളും കോഴ്സുകളും വെച്ചാൽ അതിന് ആൾ വരുന്നില്ല. അപ്പോൾ വലിയ ഒരു പഠനം ഈ രംഗത്ത് വേണം. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമം വരും. ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ കൊണ്ടുവരും. ഞാനൊരു വിമുക്ത ഭടനാണ്. ഇപ്പോൾ ചെറിയ രീതിയിലാണ് ആട് വളർത്തൽ ഉണ്ട്. ഇത് ഒന്ന് വിപുലമാക്കുവാൻ ലോൺ എടുക്കുവാനുള്ള മാർഗം പറയാമോ? തീർച്ചയായിട്ടും ഇപ്പോൾ പുതിയ ഒരു ലോണ് വന്നിട്ടുണ്ട്. ഈ ആട് വളർത്തലും അതുപോലെ പശുവിൻ്റെ ഫാമും, ആടിൻ്റെ ഫാമും, ഗോഡ് ഫാമും കൗവിൻ്റെ ഫാമും വളർത്താൻ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പുതിയ ലോൺ വന്നിട്ടുണ്ട്. പുതിയ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. ഇന്നലെയൊക്കെ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പേപ്പറിൽ വന്നിട്ടുണ്ട്. വളരെ വിശദമായിട്ട് നിങ്ങൾക്കത് അവൈലബിളാണ്, നെറ്റിൽ അവൈലബിളാണ്. അപ്പോൾ അതിൽ നിന്നത് കിട്ടും. ഇപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വെച്ച് പറയാൻ പോയാൽ മറ്റ് ചോദ്യങ്ങൾക്കും കൂടെയുള്ള സമയം കിട്ടില്ല. അതുകൊണ്ടാണ്. കിസാൻ സമ്മാൻ നിധി ഒരുപാട് ആപ്ലിക്കേഷൻ കൃഷിഭവൻ തള്ളിക്കളയുന്നുണ്ട്. അതിനൊരു ഇടപെടൽ വേണം. ഇത് ഇടപെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പറയാം. ഈ കിസാൻ സമ്മാൻ നിധി ആദ്യം തുടങ്ങുന്ന സമയത്ത് ഇലക്ഷൻ വന്നു. ഇലക്ഷൻ വന്നപ്പോൾ ഒറ്റ കാര്യം ചെയ്തുള്ളൂ, അപേക്ഷിച്ചവർക്കെല്ലാം അങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചു.
അത് കഴിഞ്ഞ് പിന്നീട് അത് വെരിഫൈ ചെയ്യുമ്പോഴാണ് അതിനകത്ത് പല അപാകതകളുണ്ട്. ആധാർ കാർഡിൽ ഒരു പേര്, റേഷൻ കാർഡിൽ വേറെ പേര്, ബാങ്ക് പാസ്ബുക്കിൽ മറ്റൊരു പേര്. അവസാനം ഇത് ബാങ്കിൽ വരുമ്പോൾ വലിയ കോംപ്ലിക്കേഷൻ ആകുന്നുണ്ട്. അതുകൊണ്ട് ആധാർ കാർഡ് ബേസ് ചെയ്തുകൊണ്ട് ബാങ്കിലെ പാസ്ബുക്കിലെ പേര് തിരുത്തുക. ആധാർ കാർഡിൽ ക്യാപിറ്റൽ ലെറ്ററിലാണ് പേരെങ്കിൽ ബാങ്കിലെ പാസ്ബുക്കിലും ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. ആധാർ കാർഡിലെ കുത്തും കോമായും പോലെ തന്നെ അതിലും കുത്തും കോമായി ഇടുക. വീട്ടുപേര് ചേർത്തിട്ടുണ്ടെങ്കിൽ വീട്ടുപേര് ചേർക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചില കറക്ഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് സ്റ്റോപ്ഡ് ബൈ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത്തെ മൂന്നാമത്തെ ഗഡു കിട്ടിയില്ല, കുറച്ച് കിട്ടി, ബാക്കി കിട്ടിയില്ല എന്നൊക്കെ വരുന്നത്. അപ്പോൾ അതിന് നമ്മളിത് പോയി നമ്മുടെ കോമൺ സർവീസ് സെൻറ്ററിൽ ഇത് എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ തിരുത്തലാണെങ്കിൽ ബാങ്കിൽ പോയി വെള്ളക്കള്ളാസിൽ എഴുതി കൊടുത്താൽ അത് തിരുത്തി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തടസ്സം മാറും, പൈസ കിട്ടും. കൃഷി ഓഫീസിലെ പകൽക്കൊള്ളയ്ക്കെതിരെ ഏതാണ്ട് കിസാൻ സമ്മാൻ നിധിക്ക് അതിന്ന് നടന്ന സംഭവമാണ്. ഞാനതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. എന്നെ അവിടെ നിന്നുള്ള പ്രവർത്തകർ വിളിച്ചിരുന്നു. അപ്പോൾ പൊതുവെ ഇത്രയും ചോദ്യങ്ങളാണ് വന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഒരു ആമുഖം പോലെയാണ് ഞാൻ മറുപടി പറഞ്ഞത്. പക്ഷേ നമുക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്, എല്ലാത്തിനും പ്രതിവിധിയുണ്ട്. എനിക്കാകെ ഒരു അപേക്ഷ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ചങ്ങനാശ്ശേരിയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയോജകമണ്ഡലം കമ്മിറ്റി ഈ വിഷയത്തിൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് മറുപടി വേണ്ടത് എന്നൊന്ന് കളക്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള കർഷകരെ ഒന്നിച്ചു കൂട്ടിയാൽ നമുക്ക് ഈ കോവിഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ ബാങ്ക് ലോണിനെ കുറിച്ച് അറിയണമെങ്കിൽ ബാങ്ക് ലോണിൻ്റെ എക്സ്പെർട്ടിനെയും കൊണ്ട് ഞാൻ വരാം. കൃഷി ശാസ്ത്രജ്ഞന്മാരെയും കൊണ്ട് വരേണ്ടതാണെങ്കിൽ അങ്ങനെ വരാം. ഇനി സബ്സിഡി കിട്ടേണ്ടതാണെങ്കിൽ അതിൻ്റെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരാം. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണെങ്കിൽ അവരെ കൊണ്ടുവരാം. ഇവരെല്ലാവരെയും കൂടെ ഒന്നിച്ച് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ കൊണ്ടുവരാം. ഒരു ഫുൾ ഡേ പ്രോഗ്രാം വെച്ചാൽ മതിയല്ലോ. ഓരോരുത്തർക്ക് ഓരോ മണിക്കൂർ സെഷൻ കൊടുത്താൽ മതിയല്ലോ. ഏതായാലും നമുക്കിത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇന്നത്തെ ഈ ഒരു ചർച്ച അതിൻ്റെ ഒരു തുടക്കമായി തീരട്ടെ. നമുക്കിത് ഒരു മാതൃകാപരമായിട്ടുള്ളൊരു വലിയ കാർഷിക മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തുടർ പരിപാടികളുടെ ആദ്യത്തെ പ്രോഗ്രാം എന്ന നിലയിൽ നമുക്ക് ഈ ചർച്ച ഇന്ന് സമ്പൂർണ്ണമാക്കാം. ഇത് വലിയ വിജയമായിരുന്നു. ഇപ്പോൾ ഈ അവസാന നിമിഷം പോലും 64-65 പേര് ഇതിൽ പങ്കെടുക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. എനിക്ക് കാണാൻ കഴിയുന്ന അത്രയാണ്, അത് കൂടുതലുണ്ടായിരിക്കാം. ഏതായാലും ആക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പ് നമുക്ക് ഈ കാർഷിക രംഗത്തേക്ക് വയ്ക്കാൻ ഇന്നത്തെ ഈ ചർച്ച വലിയൊരു തുടക്കമാവട്ടെ എന്ന് കരുതുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്രയും കൂടുതൽ പാർട്ടിസിപ്പേഷനും ഇത്രയും നല്ല ക്വസ്റ്റ്യൻസും ഇത്രയും നല്ല സംഘാടകത്വവും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. നിയോജകമണ്ഡലം പ്രസിഡന്റ് മനോജ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. മഞ്ജീഷ അതുപോലെ തന്നെ വളരെ അടുത്ത സുഹൃത്താണ്. അതുപോലെ ഇന്നത്തെ IT-യുടെ കാര്യങ്ങൾ നോക്കിയ ശരത്ത് വളരെ നന്നായിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത മുഴുവൻ പാർട്ടിസിപ്പൻസിനും എല്ലാ കർഷകർക്കും ഹൃദയംഗമായ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ്. ഇത്രയും സമയം എന്നെ കേട്ടതിന്, ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്. 10 മണിക്ക് എനിക്ക് അടുത്ത പ്രോഗ്രാമിൽ കയറേണ്ടതുള്ളത് കൊണ്ട് ഞാൻ നിർത്തട്ടെ. കൂടുതലായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചങ്ങനാശ്ശേരിയിൽ വരാം. നമുക്ക് വലിയ വലിയ പ്രോഗ്രാമുകളിലേക്ക് വരാം. വലിയ പ്രയോജനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.